ബ്രാഹ്മണൻ ഒരു ജാതിയാണെങ്കിൽ, എവിടെയെങ്കിലും ബ്രാഹ്മണൻ എന്നൊരു ജാതിയുണ്ട്, ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഷെഡ്യൂൾ പ്രകാരം ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനമെങ്കിൽ, വർണ്ണത്തിന്റെ അടിസ്ഥാനമെങ്കിൽ, വ്യാസന്റെ കുലമേധാ ഇന്ത്യയുടെ ഷെഡ്യൂൾ അനുസരിച്ച് OBC വിഭാഗമാണ്, കുക്കുവനാണ്, ധീവരനാണ്, അരയനാണ്. നോക്കൂ നിങ്ങൾ, എവിടെയാണ് ബ്രാഹ്മണ്യം? അപ്പോ ഭാരതം ജാതീയമായി ചിന്തിച്ചിരുന്നു എങ്കിൽ എങ്ങനെയാണ് രത്നാകരൻ വാൽമീകിയാവുക? രത്നാകരന്റെ സ്ഥാനം ചവറ്റുകൊണ്ടതായിരുന്നു അല്ലേ? ഭാരതം ജാതീയമായി അല്ല ചിന്തിച്ചത്, ഈ നാട്ടിൽ ജാതീയമായിരുന്നില്ല കാര്യം. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത് എങ്കിൽ നമ്പൂതിരിയുടെയും ക്ഷത്രിയന്റെയും നായരുടെയും ആട്ടും തുപ്പുമേറ്റ ഈഴവൻ എന്തിനാ പറയനോടും പുലയനോടും അതിനേക്കാൾ ക്രൂരമായി പെരുമാറിയത്? ഇപ്പൊ ചില ആൾക്കാർ പറയും ഗുരുദേവൻ ഹിന്ദുവല്ല, ശ്രീനാരായണീയ എന്ന് പറഞ്ഞ വേറെ വിഭാഗമാണെന്നൊക്കെ പറഞ്ഞ് ശിവഗിരിയിലൊക്കെ ചില സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. നമുക്ക് വിഷമമാണ് തോന്നുക. ശങ്കരന്റെ മതം തന്നെയാണ് നമ്മുടെയും മതം. ഏതാണ് ശങ്കരൻ? ഏതായിരുന്നു ശങ്കരന്റെ മതം? ആദി ശങ്കരാചാര്യരുടെ അദ്വൈത മതം തന്നെയാണ് നമ്മുടെയും മതം എന്ന സധൈര്യം പ്രഖ്യാപിച്ച ആളാണ് ഗുരുദേവൻ. എന്നോട് കേരളത്തിലെ ഹൈന്ദവ നവോത്ഥാനം എന്ന വിഷയത്തെ പറ്റി സംസാരിക്കണമെന്നാണ് സംഘാടകര് ആവശ്യപ്പെട്ടത്. അപ്പൊ ഞാന് ശ്രദ്ധിക്കുകയായിരുന്നു. കേരളത്തിലെ നവോത്ഥാനം എന്നതല്ലാതെ കേരളത്തിലെ ഹൈന്ദവ നവോത്ഥാനം അങ്ങനെ രണ്ട് ഇല്ല. കേരളത്തിലെ നവോത്ഥാനം തന്നെയാണ് കേരളത്തിലെ ഹൈന്ദവ നവോത്ഥാനം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. കാരണം കേരള ചരിത്രത്തിൽ നടന്നിട്ടുള്ള എല്ലാ നവോത്ഥാന പരിഷ്കരണ ശ്രമങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ നടന്നിട്ടുള്ള എല്ലാ ഉദ്യമങ്ങളും സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ പരിശ്രമങ്ങൾ തന്നെയായിരുന്നു. അതല്ലാതെ വേറിട്ടൊരു നവോത്ഥാനം അല്ലെങ്കിൽ പരിഷ്കരണം കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. നവോത്ഥാനം എന്നുള്ളത് തീർച്ചയായും പാശ്ചാത്യ നാടുകളിൽ യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന റെനൈസൻസ് എന്ന് പറയുന്നത് പോലെ ഒരു നവ ഉത്ഥാനം, സമൂഹത്തെ അടിമുടി പരിഷ്കരിക്കുക, സമൂഹത്തിലുണ്ടായിരുന്ന മാലിന്യങ്ങളെ ഒക്കെ നീക്കി പുതിയൊരു ഉണർവ് സമാജത്തെ നൽകുക എന്നത് തന്നെയാണ് നവോത്ഥാനം എന്ന വാക്കുകൊണ്ട് നാം എല്ലാവരും അർത്ഥമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം ഒരു 18-19 നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ ഒരു 17-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ തന്നെ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരികമായ മണ്ഡലങ്ങളിലെല്ലാം ലോകത്ത് മറ്റെങ്ങുമില്ലാത്ത തരത്തിലുള്ള ഒരു ദുഷിച്ച സാമൂഹികമായ അവസ്ഥ നിലനിന്നിരുന്നു എന്ന് കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് സ്വാഭാവികമായും ജാതീയമായ ചിന്താഗതികളുമായി ബന്ധപ്പെട്ടാണ് നിലനിന്നിരുന്നത്. ഹൈന്ദവ ധർമ്മം എന്ന് അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് നാം എല്ലാവരും അഭിമാനത്തോടു കൂടി പറയുന്ന ആ നമ്മുടെ ജീവിത പദ്ധതിയിൽ കാലക്രമേണ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ, ആ മാലിന്യത്തിന്റെ അളവ് കൂടിക്കൂടി അതാണോ ഈ സമാജത്തിന്റെ തനത് സ്വഭാവം എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന തരത്തിലേക്ക് സമൂഹത്തിന്റെ സ്വഭാവം അടിമുടി മാറിയപ്പോഴാണ് കേരളം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ടടഞ്ഞ കാലഘട്ടത്തിൽ കൂടി കടന്നുപോയത്. അതുകൊണ്ടാണ് കേരളത്തില് 1890-കളിൽ 96-ല് കേരളം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ കേരളത്തിലെ അന്നത്തെ സാമൂഹികമായ ജീവിതക്രമങ്ങൾ അല്ലെങ്കിൽ കേരളത്തിന്റെ സാമൂഹികമായ ജീവിത രീതി കണ്ടിട്ട് താൻ നിൽക്കുന്നതൊരു ഭ്രാന്താലയത്തിലാണോ എന്ന് സംശയിച്ച് പ്രസ്താവന നടത്തുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ പൊതുജീവിതം ദുഷിച്ചിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കും. അത് സ്വാഭാവികമായി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജാതീയമായ വേർതിരിവുകൾ തന്നെയായിരുന്നു അതിന്റെ അടിസ്ഥാനം. സവർണനെന്നും അവർണനെന്നും ജനങ്ങളെ വേർതിരിക്കുക, തൊട്ടുകൂടാത്തവനെന്നും തീണ്ടിക്കൂടാത്തവനെന്നും കവി പാടിയതുപോലെ ദൃഷ്ടിയിൽ കണ്ടാൽ പോലും ദോഷമുള്ളോ എന്ന് സാധാരണ ജനങ്ങളെ വേർതിരിച്ചു കണ്ട് അവർക്ക് സവർണന്മാരല്ലാത്തവരെന്ന് പദവി കൽപ്പിക്കപ്പെട്ടവർക്ക് എല്ലാവർക്കും പൊതുജീവിതം പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക്
പൊതു ഇടങ്ങൾ ഉപയോഗിക്കാൻ അനുവാദമില്ലാതെ ഇരിക്കുക, പൊതുസ്ഥലങ്ങളിലൂടെ പരസ്യമായി നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ ഇരിക്കുക, വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശമില്ലാതെ ഇരിക്കുക എന്നു വേണ്ട ഒരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യന് പെരുമാറാൻ പറ്റുന്ന ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ സഹജീവികൾ തമ്മിൽ ഇടപെടുന്ന ഒരു പ്രത്യേകമായ അന്തരീക്ഷം അത് കേരളത്തിന്റെ മണ്ണിൽ നിലനിന്നിരുന്നു. ഇതിനെല്ലാവരും ഉപോത്ബലകമായി ഇത്തരം നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾക്ക്, ദുഷിച്ച അവസ്ഥകൾക്കൊക്കെ അവര് മതത്തെയാണ് കൂട്ടുപിടിച്ചിരുന്നത് എന്നതാണ് ഏറ്റവും വിരോധാഭാസകരമായ ഒരു കാര്യം. കാരണം എന്തിന്റെ പേരിലാണ് ഇവര് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ അനുവർത്തിച്ചു വന്നത് അല്ലെങ്കിൽ പാലിച്ചു വന്നത്? അതിനൊന്നും യാതൊരു ശാസ്ത്രീയമായ പിൻബലവും ഇല്ലായിരുന്നു എന്ന് ശാസ്ത്രം പഠിക്കുന്നവർക്കും വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിലയിരുത്തുന്ന ഏതൊരാൾക്കും മനസ്സിലായിട്ടുള്ളതാണ്. കേരളത്തിന്റെ നാം വാമൊഴിയായി കേട്ടിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ഞാൻ പലപ്പോഴും എനിക്ക് ഡിസ്റ്റർബൻസ് വരുന്നതുകൊണ്ട് ഒരു കണ്ടിന്യൂവേഷൻ നഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണം, പറയുമ്പോൾ പലപ്പോഴും എന്താ പറഞ്ഞ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതും ഉണ്ടാകും എന്ന് വിചാരിക്കുക. അപ്പൊ കേരളത്തിന്റെ പൊതുചരിത്രം എന്ന് പറയുമ്പോൾ നാം വാമൊഴിയായി പലപ്പോഴും കേട്ടു വന്നിരുന്ന ഒരു കഥയുണ്ട്, പറയിപ്പറ്റ പന്തിരികുലം, അല്ലെ? ഒരു പറയിയുടെ മക്കളാണ് കേരളത്തിന്റെ എല്ലാ ജനതയും, അല്ലെങ്കിൽ 12 ജാതികൾ എന്ന് അന്ന് പറഞ്ഞിരുന്ന 12 ജാതികളെയും ഒരു അമ്മയുടെ മക്കളായി കണ്ടു നിന്നിരുന്ന ഒരു വാമൊഴി ഐതിഹ്യം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളിയുടെ ഒരു ചരിത്രത്തെ അന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാകും. കേരളത്തിൽ ഒരു കാലഘട്ടം നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയ്ക്കോ തീണ്ടിക്കൂടായ്മയ്ക്കോ യാതൊരു ശാസ്ത്രീയമായ പിൻബലവും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവരെല്ലാവരും ഹിന്ദു വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും എന്തിന് വേദങ്ങളെ പോലും അവരുടെ ദുഷിച്ച മനസ്ഥിതിക്ക് കൂട്ടുപിടിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഹൈന്ദവ സമാജത്തിൽ നിന്നുണ്ടായിരുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എല്ലാവരും തന്നെ ഈ വിശ്വാസങ്ങളെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇതിനെയൊക്കെ പരിഷ്കരിച്ചത് എന്ന് കൂടി നാം പഠിക്കണം. സാധാരണ നാം പറയാറുണ്ട്, നമ്മൾ വൈക്കോല് അല്ലെ, വൈക്കോല് കെട്ടാൻ ഉപയോഗിക്കുന്ന കയറും വൈക്കോല് തന്നെയാണ്, അല്ലെ? വൈക്കോൽ ഉപയോഗിച്ചാണ് വൈക്കോല് തന്നെ കെട്ടുക എന്ന് പറയുന്നത് പോലെ ഈ ഹൈന്ദവ വിഭാഗത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ നീക്കം ചെയ്യാൻ എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും കണ്ടെത്തിയത് ഹൈന്ദവ വിശ്വാസത്തെ തന്നെയായിരുന്നു. അല്ലായെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ എതിർക്കുമ്പോൾ തന്നെ ആ അനാചാരങ്ങൾക്ക് ഹേതുവായി അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട നമ്മുടെ സംസ്കാരത്തെ തള്ളിപ്പറയാനോ ആ സംസ്കാരത്തെ ഇകഴ്ത്താനോ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും തയ്യാറായില്ല എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കേരളത്തിന്റെ നവോത്ഥാനം തന്നെയാണ് ഹൈന്ദവ നവോത്ഥാനം, അല്ലെങ്കിൽ ഹൈന്ദവ നവോത്ഥാനം തന്നെയാണ് കേരളത്തെ ഇന്നു കാണുന്ന ഈ അവസ്ഥയിലേക്ക് നാം എത്തിച്ചത്. അപ്പോ ഈ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ലോകത്ത് എങ്ങുമില്ലാതിരുന്ന ഈ ദുഷിച്ച സാമൂഹിക ക്രമത്തിന് ഉത്തരവാദികളായവരെ അകറ്റി നിർത്താൻ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉൽപ്പതിഷ്ണുക്കളായ പുരോഗമന ചിന്താഗതിയുള്ള സമാജം തയ്യാറായി എന്നത് നമുക്ക് എല്ലാവർക്കും ആശ്വാസം തരുന്ന കാര്യമാണ്. ലോകം മുഴുവൻ സഞ്ചരിച്ചതിന് ശേഷം ഭാരതത്തിൽ മടങ്ങിയെത്തിയ വിവേകാനന്ദ സ്വാമികൾ ചെന്നൈയിൽ വെച്ചാണ് കേരളത്തെ പറ്റി ഇത്തരത്തിൽ ഭ്രാതാലയം എന്ന രീതിയിൽ വിശേഷിപ്പിച്ച് പ്രസംഗിച്ചത്. അതിനുശേഷം ഏകദേശം 40 വർഷം കഴിഞ്ഞപ്പോ 1936 കേരളം സന്ദർശിച്ച മഹാത്മാഗാന്ധി, കേരളത്തിന്റെ ചരിത്രത്തിൽ 1936 എന്ന വർഷത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമാണ്. അന്നാണ് ഐതിഹാസികമായ ക്ഷേത്രപ്രവേശന വിളംബരം കേരളത്തിൽ നടന്നത്. 1936 കേരളത്തിലെ അല്ലെങ്കിൽ അന്ന് തിരുവിതാംകൂറിലുണ്ടായിരുന്ന എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഏതൊരു വിഭാഗത്തിനും ജാതീയമായ ഒരു വേർതിരിവുമില്ലാതെ, സവർണനെന്നോ അവർണനെന്നോ വേർതിരിവില്ലാതെ എല്ലാവർക്കും കയറി ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് മഹാരാജാവ് വിളംബരം പുറപ്പെടുവിച്ചത് 1936 അപ്പൊ 1897 മുതൽ 1936 വരെ, അതിനും ഒരു 10 വർഷം നമുക്ക് പുറകിലേക്ക് പോകേണ്ടി വരും. ഏകദേശം ആ ഒരു 40-60 വർഷക്കാലം
കേരളത്തിൽ നടന്ന സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളെയാണ് നമ്മൾ പ്രധാനമായും കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടം എന്ന് വിളിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ നടന്ന എല്ലാ പരിഷ്കരണ ശ്രമങ്ങളുടെയും ആകെത്തുകയാണ് 1936 നടന്ന ക്ഷേത്ര പ്രവേശന വിളംബരത്തിൽ കൂടി സാധ്യമായത്. അത് 36 കേരളം സന്ദർശിച്ച ഗാന്ധിജി അത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നൊരു തീർത്ഥാലയത്തിലാണോ നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, ഭ്രാന്താലയത്തിൽ നിന്നും തീർത്ഥാലയത്തിലേക്കുള്ള കേരളത്തിന്റെ സഞ്ചാരം, അതിനൊരു 40-60 വർഷത്തെ പരിഷ്കരണ ശ്രമങ്ങളുടെ ഒക്കെ അല്ലെങ്കിൽ ആ പരിഷ്കരണ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ അനവധിയായ മഹാരഥന്മാരുടെ പ്രയത്നത്തിന്റെ ആകെത്തുകയാണ് കേരളത്തെ ഭ്രാന്താലയത്തിൽ നിന്നും തീർത്ഥാലയത്തിലേക്ക് എത്തിച്ചത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യ വൈകുണ്ഠനും മന്നത്ത് പത്മനാഭനും വൈക്കം ടി.കെ. മാധവനും കുറുമ്പൻ ദൈവക്കാരും അടക്കമുള്ള നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കന്മാര് അവരുടെ ജീവനും ജീവിതവും നൽകിയാണ് ഇന്ന് നാം കാണുന്ന കേരളത്തെ സൃഷ്ടിച്ചത് എന്ന് നാം മറന്നു പോകരുത്. അപ്പൊ കേരളത്തിൽ ഇന്നുണ്ടായിട്ടുള്ള എല്ലാ നവോത്ഥാന അല്ലെങ്കിൽ ഇന്നു കാണുന്ന നാം അവകാശപ്പെടുന്ന എല്ലാ മഹത്വത്തിന്റെയും ആകെത്തുകയാണ് നമ്മൾ കേരളത്തിന്റെ നവോത്ഥാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 1888 നടന്ന അരുവിപ്പുറത്തെ മഹത്തായ പ്രതിഷ്ഠ. അവിടെ മുതൽ വേണമെങ്കിൽ കേരളത്തിന്റെ നവോത്ഥാന ശ്രമങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തുമ്പോൾ ആദ്യം എടുക്കേണ്ട സംഭവം തീർച്ചയായും അരുവിപ്പുറത്ത് നടന്ന പ്രതിഷ്ഠ തന്നെയായിരുന്നു. പക്ഷെ അതിനു മുൻപ് അതൊക്കെ പരിശോധിക്കുന്നതിന് മുൻപ് എന്തായിരുന്നു ഈ ജാതീയമായ വേർതിരിവിന്റെ അടിസ്ഥാനം? നാം ഇന്ന് കാണുന്നത് പോലെ അല്ലെങ്കിൽ ഇന്നും കേൾക്കുന്ന ആക്ഷേപം ഭാരതത്തിന്റെ ഏതെങ്കിലും ശാസ്ത്രമോ ഭാരതത്തിന്റെ ഏതെങ്കിലും ഇതിഹാസമോ പുരാണമോ ജാതീയമായ ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നാം ഈ സനാതന ധർമ്മത്തിന്റെ ഇന്നത്തെ പിന്മുറക്കാരാണ്. നാമാണ് പൊതുജനങ്ങളോട് ഇന്ന് സമാധാനം പറയേണ്ടത്. നമ്മുടെയൊക്കെ പൂർവികന്മാര് ചെയ്തു കൂട്ടിയ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ അബദ്ധങ്ങളെ പുതിയ തലമുറ അനുവർത്തിക്കാതിരിക്കുക എന്നത് ഏതൊരു പുരോഗമന സമൂഹത്തിന്റെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ പൂർവികന്മാര് നിരവധികളായ എന്താ പറയുന്നത് കൊള്ളരുതായ്മകൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള ക്രൂരതകൾ ഈ സമാജത്തിൽ ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായും അതിനെ എല്ലാവരും വർണ്ണാശ്രമവുമായി ബന്ധിപ്പിച്ച് അല്ലെ നമ്മൾ പറയുന്നത് വർണ്ണ വ്യവസ്ഥ, സവർണനും അവർണനും എന്ന വേർതിരിവിലാണ് ഇത് തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ആ രണ്ട് വാക്കുകൾ എങ്ങനെയാണ് സമൂഹം എന്ന് പറയുന്നത് 1000 വർഷത്തെ നൈരന്തര്യമുള്ള ഒരു സംസ്കാരമാണ് നമ്മുടേത്. ഭാരതത്തില് വൈദികമായ ജീവിതക്രമമാണ് എല്ലാ കാലത്തും നിലനിന്നിരുന്നത്. ലോകത്തിന് അറിവ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ അറിവ് എന്ന അർത്ഥം വരുന്ന വേദം എന്ന വാക്കിന് പോലും അറിവ് എന്നാണ് അർത്ഥം. അപ്പൊ ലോകത്തിന് ആവശ്യമായ എല്ലാത്തരം അറിവുകളും ഉണ്ടായ ഒരു നാടാണ് ഭാരതം. ഭാരതത്തിൽ നിന്നാണ് ലോകത്തിലേക്ക് മുഴുവൻ അറിവ് പോയത്. ആ ഒരു നാട് എങ്ങനെയാണ് ഇത്തരത്തിൽ മനുഷ്യനെ അകറ്റി നിർത്തുന്ന തരത്തിലേക്ക്, തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും എന്ന തരത്തിലേക്ക് അധപ്പതിച്ചു പോയത് എന്നുകൂടി നാം പരിശോധിക്കണം. ഏകദേശം ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പാണ് ഭാരതത്തിലെ ബുദ്ധന്റെ ജനനം. കൃത്യമായ കാലഗണന അറിയില്ല എങ്കിലും ഏകദേശം BC ഒരു 400-നും 500-നും ഇടയിലാണ് ശ്രീബുദ്ധൻ ജനിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ബുദ്ധന്റെ കാലഘട്ടത്തിന് തൊട്ടു മുൻപ് വരെ ഭാരതത്തിൽ വൈദികമായ ജീവിതക്രമം നിലനിന്നിരുന്നതായി എല്ലാ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് വരെ ഭാരതത്തിൽ ഇങ്ങനെ തൊട്ടുകൂടായ്മ, സവർണ അവർണ വേർതിരിവ് ഇതൊന്നും ഉണ്ടായിരുന്നതായി ഒരു ചരിത്രകാരനും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഭാരതത്തിന്റെ അറിവിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ലോകത്തിൽ ഭാരതം നൽകിയ ഏറ്റവും ഉജ്ജ്വലമായ കൃതികൾ, ഉജ്ജ്വലമായ അറിവിന്റെ ഖനികളായ വേദങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശവും കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒരു ഗ്രന്ഥങ്ങളും ഇത്തരത്തിൽ മനുഷ്യനെ വേർതിരിക്കുന്നതായി പറയുന്നില്ല എന്ന് ഭാരതത്തിന്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും. പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ ഏകദേശം ഒരു 2000 വർഷത്തെ ഒരു ദുഷിച്ച അവസ്ഥ, അതായത് വേദ കാലഘട്ടത്തിന്റെ പ്രൗഢി നഷ്ടപ്പെട്ടതോടുകൂടി സമൂഹത്തിൽ ഉണ്ടായ നന്മതിന്മകള്, വൈദേശികമായ ആക്രമണങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ സമാജം ദുഷിച്ചത്. ആ ദുഷിച്ച സമാജത്തിന്റെ ഏറ്റവും
ഒടുവിലത്തെ പ്രകടമായ രൂപമായിരുന്നു ഈ തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇങ്ങനെ കൂടി കൂടി വന്നതാണ് കേരളത്തിൽ വരുമ്പോൾ ഒരു 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ടിന്റെ ഒരു മധ്യഭാഗം വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വിചിത്രമായ കാര്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെ എന്തായിരുന്നു അടിസ്ഥാനം? മുമ്പ് പറഞ്ഞതുപോലെ വർണ്ണാശ്രമം അല്ലെങ്കിൽ ചാതുർവർണ്ണ്യം എന്നതിനെയാണ് എല്ലാവരും കൂട്ടുപിടിക്കുക. ശരിയാണ്, ഭാരതത്തിൽ ചാതുർവർണ്ണ്യം ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, ഇനി നാളെയും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ചാതുർവർണ്ണ്യവും മതവും തമ്മിൽ ജാതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതാണ് നാം ആദ്യം പരിശോധിക്കേണ്ടത്. ചാതുർവർണ്ണ്യം എന്നുള്ളത് ഇപ്പോ ഏറ്റവും ഒടുവിലത്തെ ഗ്രന്ഥം നമുക്ക് വേണമെങ്കിൽ എടുത്താൽ ഭഗവത്ഗീതയിൽ, ഭഗവത്ഗീത എന്നുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. അല്ലെ, ഭഗവാൻ തന്നെ പറയുകയാണ്, അർജുന, ചാതുർവർണ്ണ്യം എന്നുള്ളത് എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞാനാണ് ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചത്. ഈ സമാജത്തിൽ 4 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ആ 4 തരത്തിലുള്ള ആൾക്കാരെ വർഗീകരിച്ചത് അല്ലെങ്കിൽ അവരെ ക്ലാസിഫൈ ചെയ്തത് ഞാനാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, അല്ലെങ്കിൽ ഈശ്വരദത്തമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ വിമർശകന്മാര് അവിടെ കൊണ്ട് നിർത്തുകയാണ്. അല്ലെ, നമ്മളെ വിമർശിക്കാൻ വേണ്ടി അവർ പറയുകയാണ്, അതാ നോക്കൂ നിങ്ങൾ, ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ചാതുർവർണ്ണ്യം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷെ അതിനുശേഷം ഒരു വരി കൂടി ഉണ്ടായിരുന്നു. ആ വരി വിമർശിക്കുന്നവരാരും പറയില്ല. അല്ലെ, ഭഗവാൻ പറയുന്നു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗശഃ. അല്ലെ, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ മനുഷ്യനെ 4ആയി തരംതിരിച്ചത്. അതാണ് ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നുമുള്ള 4 വർണ്ണങ്ങൾ. ഈ വർണ്ണമാണോ ജാതി? വർണ്ണം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ. വർണ്ണം എന്നുള്ളത് വരിക്കുന്നതെന്തോ സ്വീകരിക്കുന്നതെന്തോ അതിനെ വർണ്ണം എന്ന് പറയുന്നു. നമ്മുടെ ശുദ്ധ മലയാളത്തിൽ നിങ്ങൾ എടുത്താൽ വർണ്ണം എന്ന് പറഞ്ഞാൽ നിറമാണ്. അല്ലെ, വർണ്ണം. സവർണം എന്ന് പറഞ്ഞാൽ പഴയ മലയാള അധ്യാപകരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, അക്ഷരാഭ്യാസമുള്ളവരെയാണ് സവർണൻ, വർണ്ണത്തോട് കൂടിയവൻ. അവർണൻ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവൻ. ഇതായിരുന്നു സാമാന്യമായ അർത്ഥം. ഇനി അതല്ല, അല്പം കൂടി താത്വികമായ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ജീവിത പന്ഥാവിനെ വരിക്കുന്നുവോ അതാണ് എന്റെ വർണ്ണം. അപ്പൊ അവിടെ തന്നെ പറയുന്നുണ്ട്, ഈ ഭാരതത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളുടെയും യോഗ്യത ജന്മം കൊണ്ടല്ല തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്, മറിച്ച് അയാളുടെ കർമ്മം കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അവരവർ ഏർപ്പെടുന്ന തൊഴിൽ, താൻ സ്വീകരിക്കുന്ന ജീവിത ചര്യ അതേതാണോ അതിനനുസരിച്ചാണ് മനുഷ്യനെ വർഗീകരിച്ചത്. അതിലൊന്നാമത്തേതാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വിചാരം പൂണൂലിടുന്നവർ ബ്രാഹ്മണൻ എന്നാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെ, നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മളുടെ സംസ്കാരത്തെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തങ്ങൾക്ക് ഏത് രീതിയിലാണോ സമാജത്തെ ദുഷിപ്പിക്കേണ്ടത് ആ രീതിയിൽ ദുഷിപ്പിക്കുന്നതിന് വേണ്ടി പലതരം വ്യാഖ്യാനങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പറയുന്നു ബ്രഹ്മജ്ഞാനേരി ബ്രാഹ്മണ. അല്ലെ, ആർക്കാണോ ബ്രഹ്മജ്ഞാനമുള്ളവൻ. അവിടെയും പറയുന്നുണ്ട്, ജനിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ശൂദ്രന്മാരായിട്ടാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞു. ജന്മനാ ജായതേ ശൂദ്ര. പിന്നെന്താണ്? വേദം പഠിച്ചാൽ അവൻ വിപ്രനാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരം കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ 4 വർണ്ണങ്ങൾ. ഒന്ന് ബ്രാഹ്മണൻ. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആർക്കാണോ ബ്രഹ്മജ്ഞാനം ലഭിച്ചത്, അതായത് ഈ ലോകത്തെ പറ്റിയുള്ള യഥാർത്ഥ അറിവ്. ഭാരതീയമായി അതിനെ നമ്മൾ ബ്രഹ്മജ്ഞാനം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ യഥാർത്ഥ അറിവ് കിട്ടുന്നവൻ അല്ലെങ്കിൽ അറിവിന്റെ മേഖലയിൽ വ്യാപരിക്കുന്നവരെ ഭാരതം ബ്രാഹ്മണനായി കണക്കാക്കിയിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ത്യയിൽ എവിടെയെങ്കിലും ബ്രാഹ്മണൻ എന്നൊരു ജാതി ഉണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റും? നമ്മള് ബ്രാഹ്മണൻ ഒരു ജാതിയാണെങ്കിൽ എവിടെയെങ്കിലും ബ്രാഹ്മണൻ എന്നൊരു ജാതി ഉണ്ടോ? ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഷെഡ്യൂൾ പ്രകാരം? അല്ല, ഇപ്പൊ എല്ലാം ഷെഡ്യൂൾ പ്രകാരമാണല്ലോ. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുണ്ട്. 28 സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ബ്രാഹ്മണൻ എന്നൊരു ജാതി ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെ, നമ്മള് ഈ സനാതന ധർമ്മ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളോട് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചൂളിപ്പോവുകയാണ്. ഇതിന്റെ ഒന്നും എന്താ തിരിച്ചു ചോദിക്കാൻ നമുക്കില്ല.
അവരോട് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എവിടെയാണ് ബ്രാഹ്മണൻ എന്നൊരു ജാതി? ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റും? കേരളത്തിലുണ്ടോ ബ്രാഹ്മണൻ എന്നൊരു ജാതി? ഉണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും അറിയുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കേരളത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നൊരു ജാതി ഉണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ഇല്ല അല്ലെ? പക്ഷെ നമ്പൂതിരി ഉണ്ടല്ലേ? നമ്പൂതിരി ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്പൂതിരി, നമ്പൂതിരിപ്പാട്, നമ്പ്യാതിരി എന്ന് പറയുന്ന ഭട്ടതിരി, പല ജാതികളും അത്തരത്തിലുണ്ട്. പക്ഷെ ബ്രാഹ്മണൻ എന്നൊരു ജാതിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി പോട്ടെ, ക്ഷത്രിയൻ എന്നൊരു ജാതിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്ഷത്രിയൻ, ഇന്ത്യയിൽ എവിടെയെങ്കിലും ക്ഷത്രിയൻ എന്നൊരു ജാതി ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇന്ത്യയിൽ വൈശ്യൻ എന്നൊരു ജാതി ഉണ്ടോ? എവിടെയെങ്കിലും? ശൂദ്രൻ എന്നൊരു ജാതി ഉണ്ടോ? നോക്കൂ നിങ്ങൾ, വളരെ സിമ്പിൾ ആയ ഒറ്റ ചോദ്യം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നു, ബ്രാഹ്മണൻ എന്നൊരു ജാതിയില്ല, ക്ഷത്രിയൻ എന്നൊരു ജാതിയില്ല, വൈശ്യനെന്നും ശൂദ്രനെന്നും ജാതിയില്ല. പിന്നെന്തായത്? പക്ഷെ നമ്മളെല്ലാവരും പറയുകയാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും എന്തോ പാപഭാരം പേറുന്നവരെ പോലെ നാം എല്ലാവരും എന്തോ സവർണ അവർണ വേർതിരിവിന്റെ ആൾക്കാരാണ്, സവർണ ഫാസിസ്റ്റുകളാണ്, സവർണ മേധാവിത്വത്തിന്റെ ആധുനിക വക്താക്കളാണ് എന്ന് നമ്മളെ വിമർശിക്കുമ്പോ നാം മനുസ്മൃതിയാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെ? ഇപ്പൊ പുതിയ ആരോപണം അതാണ്, മനുസ്മൃതിയുടെ കാലഘട്ടം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ഒരു വിമർശനം കേൾക്കുമ്പോ അത് പറയുന്നവരോടുള്ള ലളിതമായ ഒരേ ഒരു ചോദ്യം, ശരി, എവിടെയാണ് ഇന്ത്യയിൽ ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നുമുള്ള ജാതി വ്യവസ്ഥയുള്ളത്? എങ്ങുമില്ല. പിന്നെ അതെന്താ? അതിനെയാണ് നമ്മൾ വർണ്ണവ്യവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പൊ വർണ്ണവും ജാതിയും രണ്ടും രണ്ടാണ് എന്ന് അടിസ്ഥാനപരമായ ചോദ്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പിന്നെ എന്താണിത്? ഇപ്പൊ ബ്രാഹ്മണൻ, നമ്മൾ പറഞ്ഞ ബ്രാഹ്മണൻ എന്നുള്ളത് വർണ്ണത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവൻ തന്നെയാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണൂല് ധരിക്കുന്നവൻ അല്ലെങ്കിൽ നമ്പൂതിരി എന്ന അർത്ഥം ബ്രാഹ്മണൻ എവിടെയും കൽപ്പിച്ചിട്ടില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ബ്രഹ്മജ്ഞാനേരി ബ്രാഹ്മണ. ആർക്കാണോ ബ്രഹ്മജ്ഞാനം കിട്ടിയത്, ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചവരെ, ഏതൊരു സമാജത്തിന്റെയും ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവരെ ബ്രാഹ്മണൻ തന്നെ. നിങ്ങൾ അതിനെ എന്ത് പേരും വിളിച്ചുകൊള്ളൂ, അറിവുള്ളവൻ എന്ന് വേണമെങ്കിൽ ഇന്ന് സാമാന്യമായ അർത്ഥത്തിൽ, നമ്മുടെ വ്യാവഹാരികമായ അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ലളിതമായ അതിനെ വ്യാഖ്യാനിക്കാം. അതിനും അപ്പുറത്താണ് ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞ അവസ്ഥ. ബ്രാഹ്മണൻ എന്ന വാക്കിന് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും മറ്റൊരു പേരും കൂടിയുണ്ട്, ബ്രാഹ്മണൻ. പര്യായപദം പഠിച്ചിട്ടില്ലേ? എന്താണ് ബ്രാഹ്മണന്റെ മറ്റൊരു പേര്? എന്താണ് ബ്രാഹ്മണന്റെ പേര്? ദ്വിജൻ. കേട്ടിട്ടുണ്ടോ? അല്ലെ? ദ്വിജൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ്വിജൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ്വി എന്ന് പറഞ്ഞാൽ രണ്ട്, അല്ലെ? ജൻ, ജനിച്ചവൻ. നോക്കൂ നിങ്ങൾ, അപ്പൊ ദ്വിജൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത് ജനിച്ചവനാണ് ബ്രാഹ്മണൻ. ആർക്കാണ് ലോകത്ത് രണ്ടാമത് ജനിക്കാൻ പറ്റുക? അങ്ങനെ പറ്റുമോ? വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ കൂടി കയറി ഇറങ്ങി വരാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അപ്പൊ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ പുനർജന്മം ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? നിങ്ങൾ എവിടെയാണ്? അതിന് മറ്റൊരു വാക്ക് പറഞ്ഞത് പെട്ടെന്ന്, ജ്ഞാനസ്നാനം ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് നിങ്ങൾ മറ്റൊരു വ്യക്തിയാകുന്നത്? എപ്പോഴാണ്? നിങ്ങളുടെ അറിവിന്റെ മേഖലയിലാണ് നിങ്ങൾക്ക് പുനർജന്മം ഉണ്ടാകുന്നത്, അല്ലെ? നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ എൻറ്റിറ്റി എപ്പോഴാണ് മാറുക? നിങ്ങൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഐഡന്റിറ്റി ഉണ്ടാവുക, അല്ലെ? ഒരു സമാജത്തിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു സ്ഥാനം കിട്ടുമ്പോൾ, ഇന്ന വീട്ടിൽ ഇന്നാരുടെയും മകൻ എന്ന നിങ്ങളുടെ ജന്മ ജാതിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് മറ്റൊരു ഐഡന്റിറ്റി എപ്പോൾ കിട്ടും? നിങ്ങളുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെ? നിങ്ങൾ ഏർപ്പെടുന്ന വ്യാവഹാരിക മേഖലയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് രണ്ടാമതൊരു ജന്മം കിട്ടുക. അതാണ് ദ്വിജത്വം. ആ ദ്വിജത്വം എന്നുള്ളത് പെട്ടെന്ന് കിട്ടുന്നതല്ല. ഭാരതീയമായ ശാസ്ത്ര പന്ഥാവിൽ കൂടി കടന്നുപോയി നിങ്ങൾ ബ്രാഹ്മണ്യത്തിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ദ്വിജത്വം ഉണ്ടാവുക, രണ്ടാമത് ജനിച്ച ആൾ എന്ന അവസ്ഥ ഉണ്ടാവുക. ആ ദ്വിജത്വത്തിന്റെ പ്രതീകമാണ് പൂണൂൽ, അല്ലേ? അല്ലാതെ അത് ബ്രാഹ്മണന്റെ മാത്രം പ്രതീകമല്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പണ്ട് വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പൂണൂൽ ധരിച്ചിരുന്നില്ലേ? ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ ആൾക്കാർക്ക് അറിയാം, വിശ്വകർമ്മ വിഭാഗത്തിലുള്ളവർക്ക് പൂണൂൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്പൂതിരിയുടെ മാത്രം കുത്തകയാണ്? അല്ല. പൂണൂൽ എന്നുള്ളത് യജ്ഞോപവീതം പവിത്രം, അല്ലെ? അപ്പൊ ഇത്
നിങ്ങൾ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എത്തിച്ചേർന്ന മാനസികമായ, സാംസ്കാരികമായ, ബൗദ്ധികമായ ഔന്നത്യത്തെ സമൂഹം അംഗീകരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബ്രാഹ്മണത്വം കിട്ടുക. ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടറേറ്റ് കിട്ടും, അല്ലേ? പണ്ട് ഈ നമ്മളിപ്പോ കശ്മീരിനെ പറ്റി കേട്ടിട്ടുണ്ട്, ജമ്മു കശ്മീരിനെ പറ്റി. കശ്മീരിൽ എല്ലാവരും കശ്മീരി പണ്ഡിറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ? കേട്ടിട്ടുണ്ടോ? കശ്മീരിലെ വലിയ വിഭാഗമാണ് കശ്മീരി പണ്ഡിറ്റുകൾ. എന്താണ് ഈ പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ? പാണ്ഡിത്യം. ഭാരതത്തിൽ ഉണ്ടായിരുന്ന, നിങ്ങൾ നോക്കൂ, കേരളത്തില് ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് ജനിച്ച ആദി ശങ്കരൻ എങ്ങനെയാണ് ശങ്കരാചാര്യരായത്? അത് പ്രസ്ഥാനത്രയത്തിന് ഭാഷ്യം രചിക്കുമ്പോൾ ആചാര്യ സ്ഥാനമൊക്കെ കിട്ടുമായിരിക്കാം. പക്ഷേ ശങ്കരൻ എവിടെ പോയാണ് ദിഗ്വിജയം നടത്തിയത്? ഇന്നത്തെ കശ്മീരിലെ ശ്രീനഗറിൽ പോയിട്ടാണ്, അല്ലെ? അത് ഭാരതത്തിന്റെ പണ്ഡിതന്മാരെല്ലാവരും സമ്മേളിക്കുന്ന സ്ഥലമായിരുന്നു ശ്രീനഗർ. അവിടെയാണ് പണ്ഡിറ്റുകളുടെ സമ്മേളനം. മീൻസ് പണ്ഡിറ്റുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു, വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു അത്. അവിടെ പോയി നിങ്ങൾ അവർ തർക്കത്തിൽ തോൽപ്പിച്ചു കഴിയുമ്പോ, നിങ്ങളുടെ പുതിയ തിസീസ് അവതരിപ്പിക്കുമ്പോ, ആധുനിക കാലത്ത് തന്നെയാണ് നടക്കുക. നിങ്ങളുടെ പുതിയ തിസീസുമായി എത്തുകയാണ്, അല്ലെ? നിങ്ങൾ ഒരു ഓപ്പൺ ഫോറം നടത്തി നിങ്ങളുടെ തിസീസ് പ്രസന്റ് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാർ നിങ്ങളോട് ചോദ്യം ചോദിക്കണമെന്നാണ് വെയ്പ്പ്. ഇന്ന് നിങ്ങൾക്ക് ഡോക്ടറേറ്റ് അങ്ങനെ അവാർഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമം. അങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷെ നോക്കൂ, നിങ്ങൾ ആധുനിക കാലത്തിൽ എങ്ങനെയാണ് ഡോക്ടറേറ്റ് കിട്ടുക? നിങ്ങൾ പുതിയൊരു പഠന വിഷയം അവതരിപ്പിച്ച് വലിയ പണ്ഡിത സമൂഹത്തിന് മുൻപാകെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സമൂഹം ഡോക്ടറേറ്റ് നൽകി ആദരിക്കുന്നു. ഈ ഡോക്ടറേറ്റ് തന്നെയായിരുന്നു ബ്രാഹ്മണ്യം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ സമാജത്തെ ബൗദ്ധികമായി നയിക്കാൻ കെൽപ്പുള്ളവനാണ് എന്ന് സമാജം നിങ്ങളെ സർട്ടിഫൈ ചെയ്യലാണ് ബ്രാഹ്മണൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, അല്ലെങ്കിൽ ജന്മനാ ജായതേ ശൂദ്ര കർമ്മണാ ജായതേ ദ്വിജഃ. ധർമ്മം കൊണ്ട് മനുഷ്യൻ രണ്ടാമത് ജനിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ദ്വിജത്വമാണ് ബ്രാഹ്മണത്വം. അതിന് ജാതിയുമായി, ജന്മവുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഭാരതത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളുടെയും ജാതി നോക്കി നമ്മൾ ഒരാൾക്കും ഒരു മഹത്വവും പ്രദാനം ചെയ്യാത്തത്, അല്ലേ? ഇവർ ഈ ജാതിവാദത്തിന്റെ ഒക്കെ അടിസ്ഥാനമായി പറയുന്ന വേദങ്ങൾ ഇവരെല്ലാം കൊണ്ടുകെട്ടുന്ന വേദങ്ങളിലാണല്ലോ. ഭാരതത്തിന്റെ എല്ലാ ചിന്താ പദ്ധതികളുടെയും അടിസ്ഥാനം എന്നുള്ളത് വേദമാണ്, ശ്രുതിയാണ്. സ്മൃതിയിലും പുരാണത്തിലും ഇതിഹാസത്തിലും എത്രയൊക്കെ അബദ്ധങ്ങൾ ഉണ്ടെങ്കിലും, എത്രയൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിലും, അതിന്റെ പ്രാമാണ്യത, ഓതന്റിസിറ്റി അംഗീകരിക്കപ്പെടുന്നത് എപ്പോഴാണ്? അതിന് ശ്രുതിയിൽ പരാമർശമുണ്ടോ? അതിന് ശ്രുതിയുമായി ബന്ധമുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിന് വേദത്തിൽ പ്രമാണമുണ്ടോ എന്നാണ് നോക്കുക. ഇപ്പൊ ഭാരതത്തില് ഉണ്ടായിട്ടുള്ള എല്ലാ ചിന്താ പദ്ധതികളെയും, എല്ലാ ആശയധാരകളെയും നമ്മൾ ഉരച്ചു നോക്കുന്നത് ശ്രുതിയുമായിട്ടാണ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അന്ധവിശ്വാസമാണോ അല്ലെങ്കിൽ ശാസ്ത്രവിരുദ്ധമാണോ എന്ന് പരീക്ഷിക്കുന്നത് ശ്രുതിയിൽ അതിന് റെഫറൻസ് ഉണ്ടോ എന്ന് നോക്കില്ല. ശ്രുതിക്ക് അന്യമായതൊന്നും ഭാരതം അംഗീകരിച്ചിരുന്നില്ല. അപ്പൊ വേദങ്ങളിൽ പരാമർശമുള്ളതിനെ മാത്രമാണ് ഭാരതത്തിൻ്റെതെന്ന് പറയാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ അതിനെ പ്രക്ഷിപ്തമെന്നോ പിന്നീട് എഴുതി ചേർത്തതെന്നോ അല്ലെങ്കിൽ നമ്മുടെ ചിന്താധാരയ്ക്ക് അന്യമായതെന്നൊക്കെ പറഞ്ഞ് നാം അതിനെ തള്ളിക്കളയും. അപ്പൊ ഭാരതത്തിന്റെ അടിസ്ഥാനം വേദങ്ങളാണ്. അപ്പൊ ഇവരെന്ത് പറഞ്ഞാലും വേദങ്ങളെ പറ്റിയാണല്ലോ പറയുക. വേദമാണല്ലോ ഇതിന്റെയൊക്കെ അടിസ്ഥാനം. നിങ്ങൾ നോക്കൂ, വേദങ്ങളെ കമ്പൈൽ ചെയ്ത ആളുടെ പേരെന്താണ്? ഒത്തിരി വ്യാസന്മാരുണ്ടെന്നാണ് പറയുക. എഡിറ്റർമാരെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, അവർക്കെല്ലാം വ്യാസ പദവി ആയിരുന്നു എന്നാണെങ്കിൽ പറയും. രസിക്കുക, കമ്പൈൽ ചെയ്യുക എന്നതാണ് വ്യാസൻ എന്ന വാക്ക്. പക്ഷേ നാം അറിയുന്ന ഏറ്റവും പ്രശസ്തനായ വ്യാസൻ കൃഷ്ണദ്വൈവായനാണ്. അദ്ദേഹം ആ ദ്വീപിൽ ജനിച്ച ആണെന്നതിൽ കൃഷ്ണദ്വൈവായനൻ, പരാശരമുനിയുടെയും സത്യവതിയുടെയും മകനായി ജനിച്ച കൃഷ്ണദ്വൈവായനാണ് വേദങ്ങൾക്ക് കമ്പൈൽ ചെയ്തത് എന്നാണ് നാം വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ജഗത് ഗുരുവായി വ്യാസനെ അംഗീകരിക്കുന്നത്. വ്യാസോത്തിഷ്ടം ജഗത് സർവം എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഏതാണ് വ്യാസന്റെ കുലം? അല്ലെ, ഇവിടെ ജന്മം കൊണ്ടാണ് ജാതിയെ അവരുടെ മഹത്വം, അല്ലെങ്കിൽ ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനമെങ്കിൽ, വർണ്ണത്തിന്റെ അടിസ്ഥാനമെങ്കിൽ വ്യാസന്റെ കുലമേത? വ്യാസൻ ആധുനിക കാലത്ത് പറഞ്ഞാൽ ഒബിസിയാണ്, അല്ലെ? ഇന്ന് ഇന്ത്യയുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഒബിസി വിഭാഗമാണ്, കുക്കുവനാണ്, ധീവരനാണ്, അരയനാണ്.
നോക്കൂ നിങ്ങൾ, എവിടെയാണ് ബ്രാഹ്മണ്യം? അപ്പോ നമ്മളുടെ ഇന്നത്തെ ഈ ഏതൊരു ഇസം പ്രമാണിച്ചു നോക്കിയാലും ഭാരതം ഇതാണ് പറയുന്നതെങ്കിൽ വ്യാസൻ OBC അല്ലേ? വ്യാസനെ നിങ്ങൾ എങ്ങനെ ജഗത് ഗുരുവായി അംഗീകരിക്കും? അപ്പൊ വ്യാസനെ ജഗത് ഗുരുവായി അംഗീകരിച്ചത് ഭാരതമാണ് എങ്കിൽ ഭാരതത്തിന്റെ എല്ലാ ഔന്നത്യത്തിന്റെയും അടിസ്ഥാനമായ വേദങ്ങളെ കമ്പയർ ചെയ്ത ആൾ വ്യാസനാണ് എങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം, ഭാരതത്തിന്റെ ഒരു ചിന്താ പദ്ധതിയിലും ജാതി ഉണ്ടായിരുന്നതേ ഇല്ല. പക്ഷേ അത് നടപ്പാക്കിയവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ജാതീയമായ വേർതിരിവുകൾ ഉണ്ടായെങ്കിൽ എങ്ങനെയാണ് ഈ ദർശനം അതിന് ഉത്തരവാദിയാവുക? ഈ നാട് എങ്ങനെയാണ് അതിന് ഉത്തരവാദിയാവുക? ഈ ചോദ്യമാണ് നാം ചോദിക്കേണ്ടത്. അപ്പൊ വ്യാസൻ നിങ്ങൾ നോക്കൂ, ജന്മനാൽ ജായതേ ശൂദ്രഃ കർമ്മണാ ജായതേ ദ്വിജഃ എന്ന ആ വാക്യത്തിന് അനുഗുണമായി ജീവിച്ചയാളാണ് വേദവ്യാസൻ. അതുകൊണ്ടാണ് വ്യാസനെ ജഗത് ഗുരുവായി നാം കണക്കാക്കിയത്. ഇനി ആദികാവ്യമെന്ന് പ്രകീർത്തിക്കപ്പെടുന്ന രാമായണം അല്ലെ, രാമായണം എഴുതിയതാരാ നിങ്ങൾക്കറിയാം? എന്ന് പറയുന്നില്ല, വാൽമീകി അല്ലെങ്കിൽ രത്നാകരൻ എന്ന് പറയുന്ന ആരായിരുന്നു? കാട്ടാളൻ അല്ലെ? ആരാ ഇന്നത്തെ രത്നാകരൻ? ആരാ? കാട്ടാളൻ അല്ലെ? ഇന്നത്തെ ആധുനിക ഷെഡ്യൂൾ പ്രകാരം ആരാ? ഷെഡ്യൂൾ ട്രൈബ്, ആദിവാസിയാണ്, വനവാസിയാണ് അല്ലെ? നോക്കൂ നിങ്ങൾ, ഭാരതം ജാതീയമായി ചിന്തിച്ചിരുന്നു എങ്കിൽ എങ്ങനെയാണ് രത്നാകരൻ വാൽമീകിയാവുക? രത്നാകരന്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലായത് അല്ലെ? ഭാരതം ജാതീയമായി അല്ല ചിന്തിച്ചത്, ഈ നാട്ടിൽ ജാതീയമായിരുന്നില്ല കാര്യങ്ങൾ. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴൊക്കെയോ നമ്മൾ ഇതേപ്പറ്റി മറന്നുപോയി. ചില നറേറ്റീവുകൾ കയറി വന്നപ്പോൾ നാം ഒക്കെ സംഭ്രമിച്ചു പോയി അല്ലെ? നമ്മളൊക്കെ എന്തോ കുറഞ്ഞ ആൾക്കാരാണ്, നമ്മളൊക്കെ വലിയ ജാതീയ ചിന്തയുടെ ആൾക്കാരാണ്. ഒരിക്കലുമല്ല. ഭാരതത്തിന്റെ ഒരു പദ്ധതിയിലും ജാതിയില്ല, വേദങ്ങളിൽ ജാതി എന്ന വാക്കേ ഇല്ല അല്ലെ? ഭഗവത്ഗീതയിലും ഇല്ല. ഭഗവത്ഗീതയിൽ ചില കുലം എന്ന് ചിലയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ആരാണ് ഉപയോഗിച്ചത്? ആരെന്നറിയാമോ? ഭഗവാനല്ലേ ഉപയോഗിച്ചത്, അർജുനനാ ഉപയോഗിച്ചത്. അർജുനന്റെ സമ്മോഹാവസ്ഥയിൽ, ക്ലീബാവസ്ഥയിൽ അർജുനൻ കുലമ്പുകയാണ്, വിലപിക്കുകയാണ്, അല്ലെങ്കിൽ വിളിച്ചു പറയുകയാണ്, അല്ലയോ ഭഗവാനെ എന്റെ കുലം കുടിയും അല്ലെ എന്നൊക്കെ സമ്മോഹാവസ്ഥയിലുള്ള അർജുനന്റെ ജൽപ്പനങ്ങളായിട്ട് ഗീത തന്നെ പറയുന്നുണ്ട് അല്ലെ? ഭഗവാൻ ആദ്യം ചോദിക്കുന്നത് ക്ലൈബ്യം വാസ്തവം പാർത്ഥ നൈവത്ത യുഗമധ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം ദത്തോദിഷ്ടപരന്തമായ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ അർജുനനെ തട്ടി ഉണർത്തുന്നത്. അല്ലയോ അർജുന, നിനക്ക് എവിടെയാണ് ഈ ക്ലീബാവസ്ഥ വന്നത്? നീ എഴുന്നേൽക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അർജുനൻ തന്നെ പറയുന്നുണ്ട്. ഗാന്ധീവം സംസദേ ഹസ്ത അല്ലെ, വേവദുഷ്ട ശരീരമേ രോമഹർഷജായതേ എന്നൊക്കെ അർജുനൻ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസ്ഥ, എനിക്ക് ശരീരം തളരുകയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു ക്ലീബാവസ്ഥയിൽ അർജുനൻ ഉപയോഗിക്കുന്നതാണ് കുലമെന്നും ജാതിയെന്നും. അല്ലാതെ ഈശ്വരീയമായ ഒരു സ്റ്റേറ്റ്മെന്റിലും ജാതിയോ കുലമോ ഉണ്ടായിട്ടില്ല. ഇതാണ് ബ്രാഹ്മണ്യത്തിന്റെ അവസ്ഥ. രണ്ടാമത്തെ വർണ്ണമാണല്ലോ ക്ഷത്രിയൻ അല്ലെ? ക്ഷത്രിയ അവസ്ഥ ഞാൻ ചോദിച്ചു, ഇന്ത്യ എവിടെയെങ്കിലും ക്ഷത്രിയൻ എന്നൊരു ജാതി ഉണ്ടോ? കേരളത്തിലുണ്ടോ ക്ഷത്രിയൻ എന്നൊരു ജാതി? അങ്ങനെ സർണ്ണയമുള്ള ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതും വർണ്ണമായിരുന്നു. ഭാരതത്തിന്റെ ചരിത്രത്തില് ഉണ്ടായിട്ടുള്ള പുകഴ്പെട്ട രാജാക്കന്മാർ ആരും തന്നെ നിങ്ങൾ ഈ പറഞ്ഞ വലിയ ഉന്നത ജാതന്മാരായിരുന്നില്ല എന്ന് പരീക്ഷിച്ചാൽ മനസ്സിലാകും. ഒരുപക്ഷെ ശ്രീരാമചന്ദ്രൻ രഘുവംശ ജാതനാണ് എന്ന് ശ്രീരാമനെ പറ്റി പറയാം. ശ്രീകൃഷ്ണ ഭഗവാനോ? അദ്ദേഹം ഒരു രാജാവായിരുന്നു അല്ലെ? ആരുടെ രാജാവായിരുന്നു? യാദവ രാജാവാണ് അല്ലെ? OBC ആണ് യാദവൻ. നോക്കൂ നിങ്ങൾ, ശ്രീരാമചന്ദ്രനെ വനവാസത്തിന് പോകുന്ന ശ്രീരാമചന്ദ്രനെ കടത്തിവിട്ടതാരാ? ഗുഹനാണ് അല്ലെ? അതറിയില്ലേ? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഗുഹനാണ് കടത്തിവിട്ടത്. ഗുഹൻ ഏത് രാജാവ്? ഗുഹനും ഒരു രാജാവായിരുന്നു. ഏത് രാജാവാ? നിഷാദ രാജാവാണ്. നിങ്ങൾ നോക്കൂ നിങ്ങൾ, എവിടെയായിരുന്നു ജാതി? നമ്മളെ മുമ്പ് പറഞ്ഞതുപോലെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള തന്ത്രങ്ങളും അതിലൊന്നും വീണു പോകരുത്. എവിടെയാണ് ജാതി ഉണ്ടായിരുന്നത്? ഇവിടെ തിരുവനന്തപുരത്ത് ഒരു സ്ഥലമുണ്ട്, പുലേനാർ കോട്ട. കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് അത് പുലേനാർ കോട്ടയായത്? പുലയ രാജാവാണ് അവിടെ ഭരിച്ചത്. നോക്കൂ നിങ്ങൾ, ഇവിടെ രാജാക്കന്മാര് ഒരു രാജഭരണം, സമാജത്തിന്റെ സംരക്ഷണം എന്നുള്ളത് ആർക്കും ഏറ്റെടുക്കാം. ആർക്കാണോ അതിന് കപ്പാസിറ്റി ഉള്ളവൻ, കരുത്തുള്ളവൻ, സമാജത്തെ
സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാ? ചന്ദ്രഗുപ്തനും മറ്റേ ചാണക്യനും ചേർന്നാണ് അല്ലെ? ആരായിരുന്നു ചന്ദ്രഗുപ്തൻ? ഒരു ദാസിയുടെ മകനായിരുന്നു ചന്ദ്രഗുപ്തൻ. പഠിച്ചിട്ടുണ്ടോ ചരിത്രം? നോക്കൂ നിങ്ങൾ, മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. ഭാരതത്തിന്റെ ഏറ്റവും പവർഫുൾ ഡൈനാസ്റ്റിയിൽ ഒരെണ്ണമായിരുന്നു മൗര്യ സാമ്രാജ്യം. അദ്ദേഹം ക്ഷത്രിയനൊന്നും ആയിരുന്നില്ല. ഈ സോക്കോൾഡ് ക്ഷത്രിയനായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന ജാതി ക്ഷത്രിയനായിരുന്നില്ല. ഭാരതത്തിലെ ഛത്രപതി സ്ഥാനം കിട്ടിയ ഒരേ ഒരു രാജാവേ ഉള്ളൂ. അതാരാ? ശിവാജി മഹാരാജാവ്. ആരായിരുന്നു ശിവജി? ഒരു സൈനികന്റെ മകനായിരുന്നു അല്ലേ? അല്ല, ശിവജി അച്ഛൻ രാജാവായ അച്ഛനും അമ്മയ്ക്കും പിറന്ന രാജകുമാരൊന്നും ആയിരുന്നില്ല ശിവജി. സൈനികൻ. വേണമെങ്കിൽ പറഞ്ഞാൽ മുഗൾ രാജാവിന്റെ സൈന്യത്തിലെ ഒരു സൈന്യാധിപന്റെ മകൻ മാത്രമായിരുന്നു ശിവാജി. എങ്ങനെയാണ് ശിവാജി ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായത്? രാജാക്കന്മാരുടെ രാജാവ് ചക്രവർത്തിയും ചക്രവർത്തിമാരുടെ ചക്രവർത്തി ഛത്രപതിയുമായ ഒരേ ഒരു ചരിത്രമേ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത് ശിവാജിയുടേതാ. ശിവാജി നിങ്ങൾ ഈ പറയുന്ന സോക്കോൾഡ് ജാതി ക്ഷത്രിയനായിരുന്നില്ലല്ലോ. ഏത് രാജാവിനെ പറ്റിയാ നിങ്ങൾ ഈ പറയുന്നത്? തിരുവിതാംകൂർ രാജാക്കന്മാര് ഈ പറഞ്ഞ ക്ഷത്രിയന്മാരാ? ചരിത്രം പഠിക്കണം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. തൊട്ടപ്പുറത്ത് അമ്പലപ്പുഴ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ചെമ്പകശ്ശേരി രാജ്യം. ക്ഷത്രിയന്മാരാ? സാമൂതിരി നിങ്ങൾ ഈ പറഞ്ഞ ജാതി ക്ഷത്രിയനാണോ? തൃപ്പൂണിത്തുറ കൊച്ചി രാജാവ് ആരായിരുന്നു? നോക്കൂ നിങ്ങൾ, ചരിത്രം പരിശോധിക്കാൻ ഇവർ തയ്യാറില്ല. തന്റെ ഇടമുണ്ടോ ചരിത്രം പഠിക്കാൻ? എല്ലാ ചോദ്യത്തിനും മറുപടി കിട്ടും. അപ്പൊ ജാതി എന്നുള്ളത് ഭാരതത്തിന്റെ പടിക്ക് പുറത്തുള്ള സ്ഥാനം മാത്രമായിരുന്നു. പക്ഷെ കേരളത്തിൽ ഭാരതത്തിലെല്ലാവരും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അധപ്പതനം സ്വാഭാവികമാണ്. 10,000 വർഷങ്ങളുടെ 25,000 വർഷങ്ങളല്ല 5,000 വർഷത്തെ നിരന്തരമായ ജീവിതക്രമത്തിനിടയിൽ മാലിന്യം ഉണ്ടാവുക എന്നത് ഏതാണ്ട് അസ്വാഭാവികമായ കാര്യമാണോ? ഇന്ന് നമ്മളുടെ ഇടയിലില്ലേ മാലിന്യങ്ങൾ? എത്രയാ ഉള്ളത്? ഈ മാലിന്യങ്ങളെ നിശേഷം നീക്കം ചെയ്യാൻ ആധുനിക ജനാധിപത്യ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇത് സ്വാഭാവികമാണ്. എല്ലാ സമാജത്തിലും ഇത്തരം പുഴുക്കുത്തുകൾ ഉണ്ടാകും. എങ്ങനെയാണ് ഈ പുഴുക്കുത്തിനെ മറികടന്നത് എന്നതാണ് ചോദ്യം. അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടായി, അതിനുള്ള ഇന്നർ സ്ട്രെങ്ത് അത് ഈ സമാജത്തിനുണ്ടായിരുന്നു. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ നവോത്ഥാന നായകന്മാർ ആരും തന്നെ ഈ സംസ്കൃതിയെ, ഈ സംസ്കാരത്തെ, സനാതന ധർമ്മത്തെ ഇകഴ്ത്താതിരുന്നത്. നോക്കൂ, കേരളത്തിലേക്ക് തിരിച്ചു വരാം. ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും അകറ്റി നിർത്തിയ കാലഘട്ടത്തിൽ ഇവിടുത്തെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ നമ്പൂതിരി, നിങ്ങൾ ഇനി ആ സാമാന്യ സെൻസിലേക്ക് തിരിച്ചു വരൂ. നമ്പൂതിരി, നായർ, വർമ്മ, അല്ലെ ഇവിടുത്തെ പറയാ, ഈഴവ, ഇവരുടെ അവസ്ഥ എന്തായിരുന്നു? നമ്പൂതിരി നായരെ അകറ്റി നിർത്തി അല്ലേ? കഥ 16 അടി അകറ്റി നിർത്തി. നായര് ഈഴവനെ 64 അടി അകറ്റി നിർത്തി. ഈഴവൻ എന്ത് ചെയ്തു? കുലേനെ പറയനെ 122 അടി അകറ്റി നിർത്തി. നോക്കൂ നിങ്ങൾ, അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത് എങ്കിൽ നമ്പൂതിരിയുടെയും ക്ഷത്രിയന്റെയും നായരുടെയും ആട്ടും തുപ്പുമേറ്റ ഈഴവൻ എന്തിനാ പറയനോടും പുലയനോടും അതിനേക്കാട്ടി ക്രൂരമായി പെരുമാറിയത്? ചിന്തിച്ചിട്ടുണ്ടോ? ഈ 3 പേരുടെയും ചവിട്ടേറ്റവനാണ് ഈഴവൻ. ആ ഈഴവൻ പറയനോടും പുലയനോടും അതിക്രൂരമായി പെരുമാറിയതായി കേരള ചരിത്രം പറയുന്നുണ്ട്. നായര് നമ്പൂതിരിയുടെയും ക്ഷത്രിയന്റെയും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രാജാക്കന്മാരുടെയും ചവിട്ടും തുപ്പുമേറ്റവനാണ്. എന്തിനാണ് ആ നായർ ഈഴവനോട് ക്രൂരമായി പെരുമാറിയത്? അപ്പോ ഇത് അന്നത്തെ സമൂഹത്തിന്റെ എല്ലായിടത്തും ഉണ്ടായിരുന്ന പുഴുക്കുത്തായിരുന്നു. നമ്മൾ ഈ പറയുന്ന നമ്പൂതിരിമാരുടെ ഇടയിലെ അവസ്ഥ എന്തായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു 18ാം നൂറ്റാണ്ടിലെ 17ാം നൂറ്റാണ്ട് 18ാം നൂറ്റാണ്ടിന്റെ അവസാന പാദം വരെ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിന്റെ അവസ്ഥ? പി.ടി. ഭട്ടതിരിപ്പാട് എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയൊക്കെ ഒന്ന് വായിക്കണം. ഉണ്ണി നമ്പൂതിരി പ്രസ്ഥാനം ഉണ്ടായത് എങ്ങനെയാണ് യോഗക്ഷേമ സഭ ഉണ്ടായത് അല്ലെ? വളരെ എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ നാട്ടിലെ നായരുടെയും ഈഴവന്റെയും ഒക്കെ ജീവിതം സമ്പൽ സമൃദ്ധമായിരുന്നു. പല നമ്പൂതിരി ഇല്ലങ്ങളുടെയും അവസ്ഥ ഗതികേടിന്റെ അവസ്ഥയായിരുന്നു. 10ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടിയെ 80ഉം 70ഉം വയസ്സുള്ള വൃദ്ധന്മാരായ ബ്രാഹ്മണ നമ്പൂതിരി വന്ന് വേടി കഴിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. 20ാം വയസ്സിൽ വിധവയായ പെൺകുട്ടിക്ക് ജീവിതാവസാനം വരെ പുറം ലോകം കാണാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടുത്തെ നമ്പൂതിരിമാരൊക്കെ സുഖിച്ച് മേടിച്ചിരിക്കുകയായിരുന്നു.
അവരുടെ അവസ്ഥ അതിദയനീയമായിരുന്നു. വീട്ടിൽ ഭട്ടതിരിപ്പാട് എഴുതിയ വാചകങ്ങളൊക്കെ വായിച്ചാൽ വലിയ വിഷമം തോന്നും നമുക്ക്. അപ്പൊ ഈ ചാതുർവർണ്ണയത്തിന്റെ പേരിൽ ഒരാൾ മാത്രമായിരുന്നു, ഈ സമാജത്തിന്റെ മുഴുവൻ ദുഷിപ്പായിരുന്നു. ഇത് നമ്മുടെ നവോത്ഥാന നായകന്മാർക്ക് തിരിച്ചറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിൽ വിദ്വേഷം ഉണ്ടാകാതെ ഇരിക്കാൻ പരമാവധി ശ്രമിച്ചത്. എന്തായിരുന്നു നായരുടെ അവസ്ഥ? ഞാൻ പറയുന്നില്ല, എന്താ പറയുന്നത്, പല അന്നത്തെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ പലരുടെയും നെറ്റി ചുളിയും അല്ലെ, അന്നത്തെ അവസ്ഥകൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി എന്നേ പറയുന്നുള്ളൂ. എന്തായിരുന്നു നായർ കുടുംബങ്ങളുടെ അവസ്ഥ? നമ്പൂതിരി കുടുംബങ്ങളിൽ നിന്ന് വേളി കഴിക്കാൻ ഒരു ഇല്ലത്ത് 4 ആണുങ്ങൾ ഉണ്ടെങ്കിൽ മൂത്തയാൾക്ക് മാത്രമേ നമ്പൂതിരി സ്വസമുദായത്തിൽ നിന്നുള്ള വേളി തരപ്പെടൂ. ബാക്കി 3 പേർ എന്ത് ചെയ്യും? ഇറങ്ങുകയാണ് സമൂഹത്തിലേക്ക് അല്ലെ. നായരുടെയും അങ്ങനെയുള്ള വീടുകളിൽ കയറുകയാണ്. സമ്മതം എന്ന് പറഞ്ഞ അസംബന്ധം നിലനിന്ന നാടാണിത്. അപ്പൊ നിങ്ങൾ നായർക്കിടയിൽ ഉണ്ടായിരുന്നു. ഈഴവരുടെ അവസ്ഥയോ ആവിലും പരിതാപകരമായിരുന്നു. ഇങ്ങനെ സമാജത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ജാതീയമായ അല്ലെങ്കിൽ ദുഷിച്ച വേർതിരിവുകൾ, തൊട്ടുകൂടായ്മ, തീറ്റിക്കൂടായ്മ, അനാചാരങ്ങള് അല്ലെ, കാളി കൂളി പോലെയുള്ള ദുർദേവതകളെ ആരാധിക്കൽ, സ്വാത്വികമായ പൂജാരീതികൾ ഇല്ലാതെ ഇരിക്കൽ, മദ്യം, മാംസമൊക്കെ തുടങ്ങി വെച്ചാരാധനകൾ, ഇത്തരത്തിലുള്ള നിരവധി കുഴപ്പങ്ങളിൽ കൂടിയാണ് നമ്മുടെ സമാജം കടന്നുപോയത്. ഇതിനെതിരെയായിരുന്നു നവോത്ഥാന നായകന്മാർ രംഗത്തെത്തിയത്. നാരായണ ഗുരുദേവൻ 1888 ശിവഗിരോ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുമ്പോ വലിയ ചന്ദ്രഹാസം ഇളക്കി വന്നു നാട്ടിലെ ആൾക്കാർ അല്ലെ. ഒറ്റ ചോദ്യം കൊണ്ട് അദ്ദേഹം അതിനെ നേരിട്ടു. എന്താണ് നാരായണ ഗുരുവിനെ പ്രതിഷ്ഠിക്കാൻ അധികാരം? കേരളത്തിൽ എങ്ങും പ്രക്ഷോഭം നടന്നത് നമുക്കറിയില്ല. എങ്ങും നാരായണ ഗുരുദേവൻ എവിടെയും എഴുതിയിട്ടില്ല. SNDPയുടെ ചരിത്രത്തിൽ എവിടെയും എഴുതിയിട്ടില്ല. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കെതിരെ കേരളത്തിൽ എവിടെയെങ്കിലും കലാപം നടന്നിട്ടുണ്ടോ? ചിന്തിച്ചോ? അന്ന് അവിടെ കൂടിയതിൽ ചിലവർ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് അധികാരം, അവകാശമുണ്ടോ എന്ന് അധികാരപ്പെടുക അല്ലെ, പ്രതിഷ്ഠ നടത്താൻ ചില അധികാരങ്ങളുണ്ട്, അത് നമ്മളുടെ വ്യവസ്ഥയിലുള്ളതാണ്, അധികാരമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഗുരുദേവൻ ഒരു ക്ലാസിക് മറുപടിയിലൂടെ എല്ലാവരുടെയും വായടപ്പിച്ചു അല്ലെ, നാം നമ്മുടെ ശിവനെയാണ്. അപ്പോൾ ഈഴവ ശിവൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഗുരുദേവൻ പറഞ്ഞ മറുപടി നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്നാണ്. കഴിഞ്ഞു അല്ലെ, എല്ലാവരുടെയും കൊമ്പൊടിഞ്ഞ് എല്ലാവരും മാളത്തിൽ. അല്ലാതെ കേരളത്തിൽ എവിടെയും പ്രതിഷേധം ഉണ്ടായില്ല. അരുവിപ്പുറത്ത് ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയത് കൊണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും ജാതി കലാപം ഉണ്ടായതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? പക്ഷെ പറച്ചിൽ കേട്ടാൽ എന്താ തോന്നുക? കേരളം അല്ലെ, കേരളത്തിൽ എല്ലാം ജാതി ആയിരുന്നില്ല എന്ന് വിചാരിച്ച് ജാതീയമായ കുഴപ്പങ്ങളില്ല എന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട്. പക്ഷേ എന്തിനാണ് ഗുരുദേവൻ ഈ സനാതന ധർമ്മത്തെ തന്നെ കൂട്ടുപിടിച്ചത്? ഇതിനെ പരിഷ്കരിക്കാൻ. ഈ സനാതന ധർമ്മത്തിന്റെ കുഴപ്പം കൊണ്ടാണ് താനും തന്റെ സമുദായവും ഇന്ന് ഈ കുഴപ്പങ്ങൾ അനുഭവിക്കുന്നത് എങ്കിൽ ഗുരുദേവനെ പോലെ ലോകം കണ്ട ഏറ്റവും ഉൽപ്പതിഷ്ണുവായ നേതാവായിരുന്നു ഗുരുദേവൻ. ആരാണ് ഗുരുദേവനാണ് ആധുനിക കേരളത്തിന് തറക്കല്ലിട്ടത്. ഗുരുദേവനെ മറന്നുകൊണ്ട് കേരളം മുൻപോട്ടേക്ക് പോയാൽ മലയാളി രക്ഷപ്പെടില്ല. സത്യത്തിൽ ഓരോ ദിവസവും സ്മരിക്കേണ്ട നാമമാണ് നാരായണ ഗുരുദേവന്റേത്. അദ്ദേഹം പ്രഥമ പ്രാതസ്മരണീയനാണ്. ആ ഗുരുദേവൻ എന്തുകൊണ്ട് സനാതന ധർമ്മത്തെ തന്നെ കൂട്ടുപിടിച്ചു? ജാതീയമായ ഇത്രയേറെ കുഴപ്പങ്ങൾ സനാതന ധർമ്മത്തിന്റെ ഉത്തരവാദിത്തമാണ് എങ്കിൽ, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ അടങ്ങുന്ന ഈഴവ സമുദായത്തിന് ഇത്രയേറെ അടിച്ചമർത്തലുകൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ഗുരുദേവന് ബോധ്യമുണ്ടായിരുന്നു എങ്കിൽ ഗുരുദേവൻ എന്തിനാ ക്ഷേത്ര വിശ്വാസങ്ങളും ക്ഷേത്രകാര്യങ്ങളും നടപ്പാക്കിയത്? ഗുരുദേവൻ 27 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. അദ്ദേഹം എവിടെയും ഒരു കുരിശ് പ്രതിഷ്ഠിച്ചതായി നമുക്കറിയില്ല. എന്താ ഗുരുദേവൻ കുരിശ് പ്രതിഷ്ഠിക്കാത്തത്? അന്നിവിടെ ക്രിസ്ത്യാനികൾ ഇല്ലാത്തതുകൊണ്ടാ, അന്ന് ഇസ്ലാം മതം ഇല്ലാത്തത് കൊണ്ടാ. ഗുരുദേവനെ മതം മാറ്റാൻ വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാരും മുസ്ലിങ്ങളും വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അന്ന് SNDP യോഗത്തിൽ ഗുരുദേവനോടൊപ്പം പ്രവർത്തിച്ച സഹോദരൻ അയ്യപ്പനെയും C കേശവനെയും പോലെയുള്ള ആൾക്കാര് മതം മാറണമെന്ന അതിശക്തമായ വാദം മുൻപോട്ടേക്ക് വെച്ചതാ. അതിനെതിരെയാണ് കുമാരനാശാനെ കൊണ്ട് മതപരിവർത്തന രസവാദം എന്ന് പറയുന്ന വലിയ ലേഖനം ഗുരുദേവൻ എഴുതിച്ചത്. വായിക്കണം, മതപരിവർത്തന രസവാദം എടുത്ത് വായിക്കണം, ഓരോ മലയാളിയും വായിക്കണം. എങ്ങനെയാണ് ഈ സമാജം പിടിച്ചു നിന്നത്? അതാ ഞാൻ പറഞ്ഞത്, കച്ചിയെടുത്ത് കച്ചിയെ കെട്ടുന്ന പണി അവിടെ നിന്ന് തന്നെയാണ് എടുത്തത്.
ഈ സമാജത്തിലെ അനാചാരങ്ങളെ നേരിട്ടത് ഈ സനാതന ധർമ്മത്തിന്റെ തന്നെ ശാസ്ത്രീയമായ വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ട. അല്ലാതെ ഇത് കേട്ടപ്പോൾ ആരും പേടിച്ചോടി ഇകഴ്ന്ന് ആരും ഗുഹയിൽ ഒളിച്ചിരുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടത്തോടെ മതം മാറി ഇതൊന്നും വിവേചനമില്ലാത്ത പുതിയ മതത്തിലേക്ക് പോകാമെന്ന് എന്താ ഗുരുദേവൻ വിചാരിക്കാത്തത്? ഗുരുദേവനെ മതം മാറ്റാൻ ചെന്ന മിഷണറിയുടെ കഥയുണ്ട്. ഗുരുദേവന്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ബൈബിൾ പഠിക്കുന്നതിൽ വിരോധമുണ്ടോ? ഗുരുദേവൻ പറഞ്ഞു, ഒരു വിരോധവുമില്ല, നിങ്ങൾ പഠിപ്പിച്ചാൽ ഞാൻ പഠിക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, അന്ന് മലയാള പരിഭാഷ ഇല്ലായിരിക്കാം. നിങ്ങൾ ഇംഗ്ലീഷിലാണ്, നിങ്ങൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ ഞാൻ ബൈബിളും പഠിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോ ഈ ചെന്ന മിഷണറി ഗുരുദേവനോട് ചോദിക്കുന്നുണ്ട്, ഓഹോ, നിങ്ങൾ ഞങ്ങളെ അടിച്ചു പുറത്താക്കുന്ന ആൾക്കാരാണോ അല്ലേ? അപ്പൊ ഗുരുദേവൻ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ. ഗുരുദേവൻ വലിയ എന്താ പറയുന്നത്, ഈ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള മറുപടികൾക്ക് വലിയ സമർത്ഥനാണ്, വലിയ ലോജിക്ക് ഉണ്ടായിരുന്ന ആളായിരുന്നു ഗുരുദേവൻ. അതുകൊണ്ട് ഗുരുദേവൻ തിരിച്ചു പറഞ്ഞ മറുപടി, ഈ സംസ്കാരം ആരെയും അടിച്ചു പുറത്താക്കിയിട്ടില്ല, എല്ലാവരെയും അടിച്ചകത്താക്കിയിട്ടേ ഉള്ളൂ എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. അല്ലെ, ഞങ്ങൾ ആരെയും അടിച്ചു പുറത്താക്കുന്നവരല്ല, മറിച്ച് എല്ലാവരെയും അടിച്ചകത്താക്കുന്നവരാണ് എന്ന് പറഞ്ഞ് മിഷണറിയെ പറഞ്ഞു വിട്ട ഒരു കഥ, ഒരു സംഭവമുണ്ട് ഗുരുദേവന്റെ ജീവിതത്തിൽ. SNDP യോഗം ഉണ്ടായതിനു ശേഷമാണ് കേരളത്തിലെ മതപരിവർത്തനത്തെ ചെറുക്കുന്നതിന് വേണ്ടി SNDP യോഗത്തിന്റെ ചിലവിൽ മതപ്രചാരകന്മാരെ ഗുരുദേവൻ അയച്ചിരുന്നു. അറിയുമോ നമുക്ക്? നോക്കൂ നിങ്ങൾ, ഗുരുദേവൻ 27 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. ഏകദേശം 61ഓളം ഗ്രന്ഥങ്ങൾ ഗുരുദേവൻ എഴുതിയിട്ടുള്ളതായിട്ടാണ് എന്റെ അറിവ്. നമ്പറിൽ അങ്ങോട്ടും മാറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും 60 ഗ്രന്ഥങ്ങൾ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. ഏതാ ഗുരുദേവൻ എഴുതിയ ഗ്രന്ഥങ്ങൾ? ഈ ഭാരതീയമായി പറയുന്ന ഈശ്വര സങ്കല്പത്തിൽ സുബ്രഹ്മണ്യനെ പ്രകീർത്തിച്ച്, ഗണപതിയെ പ്രകീർത്തിച്ച്, ദേവിയെ, ശിവനെ, ഇത് മാത്രമേ ഗുരുദേവൻ എഴുതിയിട്ടുള്ളൂ. എന്തുകൊണ്ടാ ഗുരുദേവൻ ഇതിന് അന്യമായി മറ്റൊന്ന് ചിന്തിക്കാതെ പോയത്? ഗുരുദേവൻ അറിയാമായിരുന്നു. ഇപ്പൊ ചില ആൾക്കാർ പറയും ഗുരുദേവൻ ഹിന്ദു അല്ല, ശ്രീനാരായണീയർ എന്ന് പറയുന്ന വേറെ വിഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് ശിവഗിരിയിലൊക്കെ ചില സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. നമുക്ക് വിഷമമാണ് തോന്നുക. ശങ്കരന്റെ മതം തന്നെയാണ് നമ്മുടെയും മതം. ഏതാണ് ശങ്കരൻ? ഏതായിരുന്നു ശങ്കരന്റെ മതം? ആദിശങ്കരാചാര്യരുടെ അദ്വൈത മതം തന്നെയാണ് നമ്മുടെയും മതമെന്ന സധൈര്യം പ്രഖ്യാപിച്ച ആളാണ് ഗുരുദേവൻ. ആ ഗുരുദേവനെയാണോ നിങ്ങൾ മതമില്ലാത്തവനാക്കി മാറ്റുന്നത്? ആ ഗുരുദേവൻ സനാതന ധർമ്മത്തിന്റെ വക്താവാണ്. സനാതന ധർമ്മിയായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ഭാരതീയമായ ചിന്താ പദ്ധതിയാണ് അദ്ദേഹം. അതും അദ്ദേഹത്തിന്റെ തനതായ ആശയവുമായിരുന്നില്ല. ഏകം സത് വിപ്രാവന്തി, പല മതവും പല മതസാരവും ഏകം എന്ന് ഗുരുദേവൻ പറഞ്ഞത് എന്തുകൊണ്ടാ? അത് തന്നെയാണ് ഭാരതം കാലാകാലങ്ങളായി ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏകം സത് വിപ്രാവന്തി, സത്യം ഒന്നേ ഉള്ളൂ. അതിനെ പണ്ഡിതന്മാർ പല പേരുകളിൽ വിളിക്കുന്നു. അത് പറയാൻ സനാതന ധർമ്മക്കാരനായതുകൊണ്ട് മാത്രമാണ് ഗുരുദേവന് ചങ്കുറപ്പുണ്ടായത്. അല്ലെ, മറ്റൊരാൾക്ക് എന്താ അത് തോന്നാതിരുന്നത്? ഗുരുദേവൻ സനാതനി ആയതുകൊണ്ട്, സനാതന ധർമ്മത്തിന്റെ പ്രവാചകനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാചകം പറയാൻ പറ്റിയത്. അത് അതിനു മുൻപ് അയ്യാ വൈകുണ്ഠര് പറഞ്ഞിട്ടുണ്ട്. ഒன்றേ ജാതി, ഒன்றേ ദൈവം, ഒன்றേ ഉലകം എന്ന് പറയുന്ന അയ്യാ വൈകുണ്ഠരുടെ ഈ പ്രഖ്യാപനമാണ് ഗുരുദേവൻ മലയാളീകരിച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞത്. അവിടെയും നമുക്ക് ട്രാൻസ്ലേഷനകത്ത് വലിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒരു ജാതി, ഒരു മതം, അല്ലെ? ഒരു ജാതി എന്ന് പറഞ്ഞാൽ ഏത് ജാതിയാ? വൺ സ്പീഷീസ്, അല്ല വൺ കാസ്റ്റ് എന്ന അർത്ഥത്തിലല്ല. ഒരേ ഒരു ജാതിയേ ഉള്ളൂ. ജാതി എന്ന അർത്ഥം നമ്മൾ ഈ പറഞ്ഞ ജാതിയല്ല. നമ്മൾ അതിനെ എന്താക്കി? കാസ്റ്റ് എന്നാക്കി ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ കുഴപ്പമാണ്. വൺ സ്പീഷീസ്. ഈ ലോകത്തിൽ ഒറ്റ ജാതിയുള്ളൂ, മനുഷ്യജാതി. അതാ പറഞ്ഞത്. അല്ലാതെ നായരെന്നോ ഈഴവനെന്നോ നമ്പൂതിരി എന്നുള്ള ജാതിയെ പറ്റിയല്ല അദ്ദേഹം പറഞ്ഞത്. അതാണ് പറഞ്ഞത് വൺ സ്പീഷീസ്. അത് വൺ കാസ്റ്റ് എന്ന് ദൈവം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്, അല്ലെ? വൺ ഗോഡ് എന്ന് പറഞ്ഞാൽ വൺ ട്രൂത്ത്, ഒരു ട്രൂത്തേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അതാ മുമ്പ് പറഞ്ഞ ഏകം സത് വിപ്രാവന്തി, ഇത് തന്നെയാണ് ഗുരുദേവൻ പറഞ്ഞത്. അപ്പൊ ഗുരുദേവൻ മുൻപോട്ടേക്ക് വെച്ച നവോത്ഥാന ശ്രമങ്ങളാണ് കേരളത്തെ മുൻപോട്ടേക്ക് നയിച്ച് തീർത്ഥാലയമാണ്. ആ പന്ഥാവിൽ എത്ര ആൾക്കാർ വന്നു. അതിനുശേഷം SNDP യോഗത്തിന്റെ
ഡോക്ടർ പൽപുവിനെയും കുമാരനാശാനെയും പോലെയുള്ളവര് നമ്മുടെ സമാജത്തിന് നൽകിയ സേവനങ്ങളെ യഥാർത്ഥത്തിൽ കേരളം വിസ്മരിക്കരുത്. കുമാരനാശാൻ എന്നുള്ള മഹാകവി, അദ്ദേഹത്തിന്റെ ഒരു ബൗദ്ധികമായ നിലവാരം, അദ്ദേഹത്തിന്റെ സനാതന ധർമ്മത്തിൽ അടിയുറച്ചുള്ള ബോധമുണ്ടല്ലോ, അതാണ് ഈ കേരളത്തെ ഇന്നും പിടിച്ചു നിർത്തിയത്. കുമാരനാശാനെ കൊൽക്കത്തയിൽ വിട്ട് പഠിപ്പിച്ചത് ഡോക്ടർ പൽപു ആയിരുന്നു. ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പൽപുവാണ് കുമാരനാശാനെ കൊൽക്കത്തയിൽ വിട്ട് പഠിപ്പിക്കുന്നത്. കൊൽക്കത്തയിൽ പോയി അദ്ദേഹം മടങ്ങി വരുന്നത് വലിയ വിവേകാനന്ദ ഭക്തനായിട്ടാണ്. അതുകൊണ്ടാണ് SNDP യോഗം തുടങ്ങിയ ആദ്യ മാഗസിന്റെ പേര് വിവേകോദയം എന്നായത്. നോക്കൂ നിങ്ങൾ, എന്നിട്ടാണ് പറയുന്നത് SNDP യോഗം ഹിന്ദുക്കളുടേതല്ല എന്ന്. വിവേകാനന്ദൻ ആരായിരുന്നു? വിവേകോദയമായിരുന്നു മാഗസിൻ. സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കലായിരുന്നു വിവേകോദയത്തിന്റെ ലക്ഷ്യം. ഞാൻ ചില കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിക്കണം. അപ്പോൾ വിവേകോദയം തുടങ്ങിയത് കുമാരനാശാനായിരുന്നു. അതിനുശേഷമാണ് 1922 അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായ ദുരവസ്ഥ എന്ന് പറയുന്ന കൃതി പുറത്തു വരുന്നത്. ആ ദുരവസ്ഥയില് കുമാരനാശാൻ എഴുതിയ വരികള് ശരിക്കും മലയാളികൾ എല്ലാ ദിവസവും ഒന്ന് വായിക്കണമെന്ന് ഇവിടെ പുതിയ തലമുറയിലുള്ള കുട്ടികളോട് പറയുകയാണ്. ദുരവസ്ഥ ദേവി ചെയ്ത ഒന്ന് വായിക്കണം. എന്താണ് ദുരവസ്ഥ? ദുരവസ്ഥ എഴുതിയത് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. 1921 മലബാർ കലാപത്തിൽ മനം നൊന്താണ് കുമാരനാശാൻ ദുരവസ്ഥ എഴുതിയത്, അല്ലെ? ഏറനാടിനെ പറ്റി ക്രൂര മഹമ്മദീയർ ചിന്തുന്ന ചോരയെ പറ്റിയൊക്കെ പറഞ്ഞതിന് ശേഷം ഗുരുദേവൻ കുമാരനാശാൻ പറയുകയാണ്, അന്തണനെ ചമച്ചുള്ള കയ്യല്ലോ ഹന്ത നിർമ്മിച്ചു ചെറുമനെയും, ബാഹുവീര്യങ്ങളും ബുദ്ധിപ്രഭകളും സ്നേഹമൊലിക്കും ഉറവുകളും അഹന്ത എത്ര വിഫലമാക്കി തീർത്തു നീ ഹിന്ദുധർമ്മമേ ജാതി മൂലം. പെരുവാക്കൾ ശങ്കരാചാര്യന്മാർ എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും ക്രൂരയാം ജാതിയാൽ ന്യൂന മനസ്സിപ്പോയി കേരള മാതാവിൽ നിൻ വയറ്റിൽ. അദ്ദേഹം വിലപിക്കുകയാണ്. കേരളത്തിലുണ്ടായ ജാതി കോമരങ്ങളോടാണ് പറയുന്നത്. എത്ര തുഞ്ചന്മാരെ, എത്ര ശങ്കരാചാര്യന്മാരെ, എത്ര എന്താ പറഞ്ഞ കുഞ്ചൻ നമ്പ്യാർമാർ നിന്റെ ഗർഭപാത്രത്തിൽ അലസിപ്പോയല്ലോ കേരള മാതാവ് എന്ന് അദ്ദേഹം വിലപിക്കുകയാണ് ഈ ജാതി മൂലം. അതിനുശേഷം അദ്ദേഹം പറയുന്ന അടുത്ത വരിയുടെ കേൾക്കണം. തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാംബേ, താണു കിടക്കുന്നു നിൻ കുക്ഷിയിൽ ചാണ കാണാതെ 6-7 കോടി ഇന്നും. എന്തിനു കേഴുന്നു ദീനയോ നീ ദേവി, എന്തു ഖേദിപ്പാൻ ദരിദ്രയോ നീ. ഹന്ത ജാതിയെ ഹോമിൽ ചൊടിച്ചാൽ നിൻ ചിന്തിതം സാധിച്ചു രക്തഗർഭേ എന്ന് പറഞ്ഞ് ദുരവസ്ഥയിൽ കുമാരനാശാൻ ഈ നാട്ടിൽ നിൽക്കുന്ന ജാതി കോമരങ്ങളെ അഡ്രസ് ചെയ്യുകയാണ്. പക്ഷെ അവിടെ ഒന്നും അവരാരും ഈ സനാതന ധർമ്മത്തെ ഇകഴ്ത്താൻ, സനാതന ധർമ്മം കൊണ്ടാണ് ഈ സമാജത്തിന് ഈ കുഴപ്പം വന്നത് എന്ന് പറയാൻ അവരാരും ധൈര്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് മതപരിവർത്തനം ചെയ്യാൻ തയ്യാറായവരെ അവർ തന്നെ തടഞ്ഞ സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം പറയാം. ഞാൻ മുമ്പ് പറഞ്ഞു, ഈ ഗുരുദേവന്റെ നേതൃത്വത്തില് മതപ്രഭാഷകന്മാരെ കേരളത്തിൽ എമ്പാടും പറഞ്ഞു വിട്ടു. അപ്പൊ അതില് പറയുകയാണ്, കൃഷ്ണാദി ആശാൻ, പേര് പറഞ്ഞു, കൃഷ്ണാദി ആശാൻ എന്ന് പറയുന്ന അന്നത്തെ വലിയ മതപ്രഭാഷകൻ, അദ്ദേഹം വർക്കല ശിവഗിരിയിൽ വന്ന് ഗുരുദേവനെ കാണുകയാണ്. അപ്പൊ ഗുരുദേവന്റെ കൂടെ കുറെ ആൾക്കാരുണ്ടോ. കൃഷ്ണാദി ആശാൻ വന്ന് ഗുരുദേവനെ വണങ്ങിയപ്പോ ഗുരുദേവൻ അദ്ദേഹത്തിന് അന്നത്തെ കാലത്തെ 5 രൂപ കൊടുക്കുകയാണ്. അത് വാങ്ങി അദ്ദേഹം മടങ്ങിപ്പോയി. അപ്പൊ കൂടെ നിന്നവരോട് ചോദിക്കുകയാണ്, അറിയില്ലേ കൃഷ്ണാദി ആശാനെ, ആശാനെ പോലെയുള്ളവരില്ലായിരുന്നുവെങ്കിൽ നാം ഒക്കെ എന്നേ മാർഗം കൂടി പോയേനെ. നോക്ക് നിങ്ങൾ, ഗുരുദേവൻ പറഞ്ഞ വാചകമാണ്. ഈ ഗുരുദേവനെയാണ് നിങ്ങൾ ഹൈന്ദവ ധർമ്മത്തിന്റെ ആളല്ല എന്ന് പറഞ്ഞ് അപഹസിക്കുന്നത്. നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവരാരും തന്നെ സനാതന ധർമ്മത്തെ ഇകഴ്ത്താൻ തയ്യാറായവരല്ല. അങ്ങനെ നിങ്ങൾ ആരുടെയും ചരിത്രമെടുത്തു. അയ്യങ്കാളിയുടെ ചരിത്രം എന്താ? ചട്ടമ്പി സ്വാമിയുടെ ചരിത്രം എന്താ? മന്നത്ത് പത്മനാഭന്റെ ചരിത്രം എന്താ? 1924 നടന്ന വൈക്കം സത്യാഗ്രഹം. അപ്പൊ നിങ്ങൾ വൈക്കം സത്യാഗ്രഹം ഒക്കെ പഠിക്കണം. എങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടായത്? സവർണ വിഭാഗങ്ങളാണ് അവർണ സഹോദരന്മാർക്ക് വേണ്ടി ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത്.
അന്തത്ത് പത്മനാഭന്റെയും വൈക്കം ടി കെ മാധവന്റെയും നേതൃത്വത്തിൽ നടന്ന വലിയ പ്രക്ഷോഭം. ആ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹമായി മാറിയത്. ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു. വൈക്കം ടി കെ മാധവൻ എന്ന് പറയുന്നത് തൊട്ടടുത്ത മാവേലിക്കരക്കാരനാണ്. കോമലെഴുത്ത് കുടുംബത്തിലെ ടി കെ മാധവൻ അദ്ദേഹം വലിയ പ്രമാണിയായ ഈഴവനായിരുന്നു. അദ്ദേഹം വലിയ എന്താ പറയുക, സാധാരണ അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും താഴേക്കിടയിലുണ്ടായ സാമ്പത്തികമായി പിന്നാക്കം എന്ന കുടുംബത്തിലെ ഒന്നുമല്ല, വലിയ കുടുംബത്തിലെ ആയിരുന്നു ടി കെ മാധവൻ. ഇന്ന് ടി കെ മാധവൻ KPCCയുടെ സെക്രട്ടറി ഒക്കെയാണ്. അദ്ദേഹമാണ് കാക്കിനാട സമ്മേളനത്തിൽ, കോൺഗ്രസിന്റെ AICC സമ്മേളനത്തിലെത്തി ഗാന്ധിജിയോട് കേരളത്തിലെ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോഴാണ് ഗാന്ധി പറയുന്നത് ഇതിനെതിരെ പ്രതികരിക്കണം. അങ്ങനെയാണ് കോൺഗ്രസിന്റെ പരിപാടിയിൽ ഐത്തോച്ചാടനം എന്നുള്ളത് ഒരു കർമ്മ പദ്ധതിയായി രൂപം കൊള്ളുന്നത്. അതിന് പ്രചോദനം നൽകിയത് ടി കെ മാധവനായിരുന്നു. അതിനു മുൻപാണ് ഡോക്ടർ പൽപ്പു. പൽപ്പുവിന്റെ കഥയൊക്കെ ചരിത്രമൊക്കെ പഠിച്ചാൽ കണ്ണിൽ കൂടെ ചോര വരും. തിരുവിതാംകൂറിൽ നിന്നും ആദ്യമായി MBBS പാസ്സായ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു പൽപ്പു. അന്നത്തെ ജാതി കോമരങ്ങൾ അദ്ദേഹത്തിന് തൊഴിൽ കൊടുക്കാൻ തയ്യാറായില്ല. തിരുവനന്തപുരത്തെ പേട്ടയിലാണ് പൽപ്പുവിന്റെ കുടുംബം. അദ്ദേഹം ഇവിടെ ഓടിപ്പോവുകയാണ് ഉണ്ടായത്. മൈസൂരിൽ ചെന്ന് മൈസൂർ രാജാവാണ് അദ്ദേഹത്തെ മൈസൂർ റെസിഡന്റ് മെഡിക്കൽ ഓഫീസറായി തീരുമാനിച്ചു. അദ്ദേഹത്തിന് പിന്നീട് ദിവാൻ പദവി വരെ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. പൽപ്പു വിവേകാനന്ദ സ്വാമികളെ ചെന്ന് കണ്ടാണ് ദുഃഖം പറയുന്നത്. എന്റെ നാട്ടിൽ ഇങ്ങനെയാണ് അവസ്ഥ. ഇപ്പൊ വിവേകാനന്ദനാണ് പൽപ്പുവിനെ ഉപദേശിക്കുന്നത്. ഇതിന് രാഷ്ട്രീയമായ പരിഹാരമല്ല വേണ്ടത്, മറിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ഒരു ആധ്യാത്മിക നേതാവിനെ മുൻനിർത്തി വേണം പ്രക്ഷോഭം എന്ന വിവേകാനന്ദ സ്വാമികളുടെ ഉപദേശം മനസ്സാ സ്വീകരിച്ചുകൊണ്ടാണ് മൈസൂരിൽ നിന്നും മടങ്ങിയെത്തിയ ഡോക്ടർ പൽപ്പു നാരായണ ഗുരുദേവനെ മുൻനിർത്തി SNDP യോഗം സ്ഥാപിക്കുന്നത്. അപ്പൊ വിവേകാനന്ദ സ്വാമികളാണ് SNDP യോഗത്തിന്റെ ബീജാവാദം ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അങ്ങനെ പൽപ്പു വരുന്നു, കുമാരനാശാൻ വരുന്നു, നമ്മളുടെ വൈക്കം ടി കെ മാധവനെ പോലെയുള്ള ഈഴവ സമുദായത്തിലെ പ്രിയ പ്രമാണിമാർ രംഗത്തിറങ്ങുന്നു. മന്നത്ത് പത്മനാഭനെ പോലെയുള്ള അന്നത്തെ നായർ പ്രമാണിമാരുടെ സഹകരണം കിട്ടുന്നു. സവർണ വിഭാഗത്തിന്റെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വൈക്കത്ത് വലിയ സത്യാഗ്രഹം നടക്കുന്നത്. ആദ്യ ദിവസം 3 സമര നായകന്മാരാണ്. ബാബുലേയനും പണിക്കരും കുഞ്ഞാപ്പിയും എന്ന് പറയുന്ന ഒരു നായരും ഈഴവനും ഹരിജനുമായിട്ടുള്ള 3 സമരഭടന്മാരാണ് ആദ്യമായി സമരം ചെയ്യാൻ വരുന്നത്. വൈക്കത്തെ പൊതുനിരത്തിൽ കൂടി സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്നു. അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് ടി കെ മാധവനെയും മന്നത്തെയും അറസ്റ്റ് ചെയ്യുന്നു. അവരെ പിന്നീട് വിട്ടയച്ചതിന് ശേഷം മന്നത്തിന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വലിയ സവർണ ജാഥ നടത്തി. സവർണ ജാഥ ഉണ്ടായി. ഇവിടെ എല്ലാം ജാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്തിനാണ് സവർണ വിഭാഗങ്ങൾ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് വേണ്ടി നിരത്തിലിറങ്ങിയത്? അന്നും ഉൽപ്പതിഷ്ണുക്കളായ വിവരമുള്ള ചിന്തിക്കുന്നവർ സമാജത്തിനൊപ്പം നിന്നു. അവിടെയുമുണ്ട്. നിങ്ങൾ ഒരു ചരിത്രം കൂടി ഞാൻ പറയാം. അതാ നിങ്ങൾക്കൊന്ന് അവസാനിപ്പിക്കാൻ സമയമായ എത്ര മണി വരെ? 8 വീട്ടിൽ പോകണ്ടേ? ദിവസം കഴിഞ്ഞാൽ പോകുന്നുള്ളൂ. എനിക്ക് പോകണം എന്തായാലും. ഇവിടെ പോയാലും 10 മിനിറ്റ് കൊണ്ട് നിർത്തിയേക്കാം. അപ്പോ ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായപ്പോ അന്ന് തിരുവിതാംകൂർ നിയമസഭയ്ക്ക് മുൻപാകെ പ്രമേയം വന്നു. N കുമാരൻ എന്ന് പറയുന്ന SNDP യോഗത്തിന്റെ പിന്നീട് പിൽക്കാലത്ത് കുമാരനാശാന് ശേഷം ജനറൽ സെക്രട്ടറി ആയ N കുമാരൻ പ്രമേയം അവതരിപ്പിച്ചു തിരുവിതാംകൂർ നിയമസഭയിൽ. മുഴുവൻ സവർണ നേതാക്കന്മാരും അതിനെ പിന്താങ്ങി. പക്ഷേ പ്രമേയം പരാജയപ്പെട്ടു പോയി കേട്ടോ. അതറിയോ പ്രമേയം പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്ന്? ഞാൻ ആ പേര്, എനിക്ക് പേരുകൾക്ക് ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഈ തിരുവിതാംകൂർ നിയമസഭയ്ക്ക് മുൻപാകെ പ്രമേയം വരികയാണ്. അവർണ വിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ക്ഷേത്ര പ്രവേശനം അനുവദിക്കണമെന്ന് പറഞ്ഞ പ്രമേയം വരുന്നു. അന്നത്തെ സ്വാഭാവികമായും സമൂഹത്തിലുള്ള വലിയ ആൾക്കാർക്കൊന്നും അതിനോട് താല്പര്യമില്ല. വലിയ ചർച്ചകൾ ഉണ്ടാകുന്നു. പക്ഷേ സവർണ വിഭാഗത്തിലുള്ള എല്ലാവരും അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഒറ്റ വോട്ടിന്റെ പ്രമേയം പരാജയപ്പെട്ടു. ആരാ വോട്ട് ചെയ്തെന്നറിയോ? പേട്ടയിൽ പരമേശ്വരൻ എന്ന് പറയുന്ന SNDP യോഗം നേതാവ്, ഈഴവ നേതാവ് അതിനെതിരെ വോട്ട് ചെയ്തു. അങ്ങനെയാണ് പ്രമേയം പാസ്സായി പോയത്. പരാജയപ്പെട്ടു. നോക്കൂ നിങ്ങൾ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതിനൊന്നും ജാതിയുമായി ബന്ധമില്ല എന്ന് പറയാനാണ്.
ഈഴവർ അടക്കമുള്ള ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് പറയുന്ന പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്ത ആൾ SNDP അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് ഈഴവരെല്ലാം അതിനെതിരായിരുന്നെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. ഇതൊക്കെ വൈയക്തികമായിരുന്നു. എല്ലാ കാലത്തും ഉണ്ട്, ഇക്കാലത്തുമില്ലേ നമ്മുടെ ഇടയിൽ ജാതി ചിന്ത വെച്ചു പുലർത്തുന്ന ആൾക്കാർ. അതിനെന്തിനാണ് ഒരു ധർമ്മത്തെ മുഴുവൻ ഇകഴ്ത്തുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തെയാണ് നാം അഡ്രസ് ചെയ്യേണ്ടത്. ഇതിനൊന്നും ഒരു ശാസ്ത്രീയമായ പിൻബലമുള്ള, ശാസ്ത്രീയമായ അടിത്തറയുള്ള ചിന്താഗതിയൊന്നും ആയിരുന്നില്ല. ഇത് വൈയക്തികമായിരുന്നു. എന്തായാലും 924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നു. അറിയാം, വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിജി വന്നിട്ടുണ്ട് അല്ലെ? അറിയാം, വൈക്കത്ത് ഗാന്ധി വരികയാണ്. ഗാന്ധി വരുന്ന സമയത്ത് അന്ന് വൈക്കം ക്ഷേത്രത്തിന്റെ ഊരാഴ്മയുള്ളത് ഇണ്ടംതുരുത്തി മനക്കാർക്കാണ്. അറിയാമല്ലോ നിങ്ങൾക്ക് ഇണ്ടംതുരുത്തി മന. വൈക്കത്തെ ഇണ്ടംതുരുത്തി മന. ഇണ്ടംതുരുത്തി മനക്കാര് ഗാന്ധി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ നമ്പ്യാരി പറഞ്ഞത് ഗാന്ധിയെ ഇവിടെ കയറ്റാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അല്ലെ? ഗാന്ധി ബ്രാഹ്മണനല്ലാത്തത് കൊണ്ട്, നമ്പൂതിരി അല്ലാത്തത് കൊണ്ട് ഗാന്ധിയെ മനയിൽ കയറ്റാൻ തയ്യാറായില്ല ഇണ്ടംതുരുത്തി മനക്കാരൻ. അവസാനം പ്രത്യേകം തയ്യാറാക്കിയ ഒരു വേദിയിലിരുന്ന്, മനയുടെ വെളിയിലിരുന്ന് ഗാന്ധിയും നമ്പ്യാതിരിയും തമ്മിലൊരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ ഗാന്ധി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നാക്ക വിഭാഗങ്ങളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാത്തത്? അയാൾ പറഞ്ഞത് അതിന് വേദത്തിന്റെ പിൻബലമുണ്ട്, ശാസ്ത്ര പിൻബലമുണ്ടെന്നാണ്. അപ്പൊ ഗാന്ധി ചോദിച്ചു, ഏത് ശാസ്ത്രം? ഭാരതീയമായ ഏത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പിന്നാക്കക്കാർക്ക് പ്രവേശനം നിഷേധിക്കുന്നത്? അയാൾ പറഞ്ഞത് ശങ്കരസ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം എടുത്തു കാണിച്ചു. അപ്പൊ ഗാന്ധി ഒരു നിമിഷം പകച്ചുപോയി അല്ലെ? ഈ ശങ്കരസ്മൃതിയെ പറ്റി ഗാന്ധിക്ക് വലിയ വിവരം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ ശങ്കരസ്മൃതി കൊടുത്ത സമയത്ത് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ആ ശങ്കരസ്മൃതിയുടെ പ്രാമാണ്യം അല്ലെങ്കിൽ ഇതിന്റെ ഓഥന്റിസിറ്റി പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അത് വാങ്ങിയിട്ട് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു നമ്പ്യാതിരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് കൃഷ്ണൻ നമ്പ്യാതിരി. ചെറുപ്പക്കാരനാണ്. ആ കൃഷ്ണൻ നമ്പ്യാതിരിയെ നിങ്ങൾ എല്ലാവരും അറിയും. അദ്ദേഹം പിൽക്കാലത്ത് കേരളത്തിൽ അറിയപ്പെട്ടത് ആഗമാനന്ദ സ്വാമികൾ എന്ന പേരിലാണ്. ആ കൃഷ്ണൻ നമ്പ്യാതിരി കൂടെ, അദ്ദേഹം കൃഷ്ണൻ നമ്പ്യാതിരിയാ, സന്യാസം സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ആ കൃഷ്ണൻ നമ്പ്യാതിരി പിൽക്കാലത്ത് ആഗമാനന്ദ സ്വാമികളായ കൃഷ്ണൻ നമ്പ്യാതിരി ശാസ്ത്രം ഉദ്ധരിച്ചു പറഞ്ഞു, ശങ്കരസ്മൃതി അങ്ങനെയില്ല. അതേ ശാസ്ത്രം ഉദ്ധരിച്ച്, അല്ലെങ്കിൽ ശങ്കരസ്മൃതി ആദിശങ്കരൻ ശങ്കരാചാര്യർ വിരചിതമല്ല എന്ന് ആഗമാനന്ദ സ്വാമികൾ ശാസ്ത്രം പറഞ്ഞു തന്നെ ബോധിപ്പിച്ചു ഇണ്ടംതുരുത്തി മനക്കാരനെ. പക്ഷെ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഗാന്ധി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും പിൽക്കാലത്ത് വൈക്കത്ത് പൊതുനിരത്തിൽ കൂടി സഞ്ചാര സ്വാതന്ത്ര്യം വരുന്നതും ഒക്കെയാണ്. അതിനൊരു വിധി വൈപരീത്യം എന്ന് പറയുന്ന മറ്റൊരു കഥ കൂടിയുണ്ട്. ആ ഇണ്ടംതുരുത്തി മന പിൽക്കാലത്ത് ചെത്തുതൊഴിലാളി യൂണിയന്റെ ഓഫീസായി എന്ന് കൂടി മറക്കരുത്. കേരളത്തിൽ സംഭവിച്ചതാണത്. അത് പറയാൻ പോകാതിരിക്കാൻ നിർവാഹമില്ല അല്ലെ? അന്ന് ബനിയ വിഭാഗത്തിൽ വൈശ്യനായ ഗാന്ധിയെ ഇല്ലത്ത് കയറ്റാത്ത അതേ ഇണ്ടംതുരുത്തി മന പിൽക്കാലത്ത് ചെത്തുതൊഴിലാളി യൂണിയന്റെ ഓഫീസായി, അതും കേരളത്തിലാണ് സംഭവിച്ചത്. ചരിത്രമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊന്നും ശാസ്ത്രത്തിന്റെ ബലത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടവയായിരുന്നില്ല, മറിച്ച് അവരവരുടെ സ്വാർത്ഥത. കാരണം എന്താ? എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം എന്റെ മക്കൾക്കും കിട്ടണം. സിമ്പിൾ ലോജിക് അല്ലെ? നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് വർണ്ണം ജാതിയായി അധപ്പതിക്കുന്നത്? വർണ്ണം ജാതിയായി അധപ്പതിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ നമ്മുടെ സമാജത്തിലേക്ക് ഇപ്പൊ നോക്കിയാൽ മതി. ഡോക്ടറായ അച്ഛനും അമ്മയ്ക്കും മകനെ ഡോക്ടറാക്കണമെന്ന് തോന്നുന്നത് ഒരു തെറ്റല്ല അല്ലെ? അങ്ങനെ തോന്നാം, അതൊരു സ്വാഭാവികമാണ്. ഞാൻ ഡോക്ടറാണ്, എന്റെ മകനും ഡോക്ടർ, പക്ഷെ എന്റെ മകൻ മാത്രമേ ഡോക്ടറാകാവൂ എന്ന് ചിന്തിക്കുന്നതാണ് കുഴപ്പം അല്ലെ? അവന്റെ മകനെ അപ്പൊ അങ്ങനെ പരമ്പരയായി ഇത് കൈവെക്കണമെന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് വർണ്ണത്തിന് സംഭവിച്ചത്. ഞാൻ ബ്രാഹ്മണ്യം നേടി, എനിക്ക് എന്നെ സമാജം മുഴുവൻ അംഗീകരിക്കുന്ന അവസ്ഥ വരുന്നു. മഹാരാജാവ് പോലും എന്നെ ഭയക്കുന്നു, എന്നെ അനുസരിക്കുന്നു. ഈ പ്രിവിലേജുകൾ എന്റെ അനന്തരാവകാശിക്ക് കിട്ടണമെന്ന് ഞാൻ കരുതില്ലേ? ആ സ്വാർത്ഥ ചിന്തയാണ് ജാതിയായി ദുഷിച്ചു പോയത്. അല്ലാതെ ഇതിന് വർണ്ണവുമായി ബന്ധമില്ല, ശാസ്ത്രവുമായി ബന്ധമില്ല, ഭാരതീയ ചിന്താ പദ്ധതിയുമായി ബന്ധമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്താഗതികളാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ മുമ്പ് പറഞ്ഞ നവോത്ഥാന നായകന്മാരെല്ലാവരും തന്നെ ഒരാൾ പോലും ഇതിനെ തള്ളിപ്പറയാതിരുന്നത്. തള്ളിപ്പറഞ്ഞ ഒരാളെ നിങ്ങൾ കാണിച്ചു തരണം നവോത്ഥാന നായകനായിട്ടുള്ള. ഈ നമ്മുടെ നവോത്ഥാനത്തിന്റെ ചരിത്രം ഒത്തിരി പറയാനുണ്ട് കേട്ടോ.
1936 ക്ഷേത്രപ്രവേശനം, 24 ഗുരുവായൂർ സത്യാഗ്രഹം, 31 വൈക്കം സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിനു മുൻപ് ഒരു സംഭവം നടന്നിട്ടുണ്ട്. കുറുമ്പൻ ദൈവത്താൻ എന്ന് നിങ്ങൾ അറിഞ്ഞു കേട്ടിട്ടുണ്ടോ? കുറുമ്പൻ ദൈവത്താൻ കേരളത്തിൽ ആദ്യമായി ക്ഷേത്രപ്രവേശനം നടത്തിയത് കുറുമ്പൻ ദൈവത്താനായിരുന്നു. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നമ്മുടെ തൊട്ടടുത്ത് നടന്ന നവോത്ഥാനമാണ്. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കുറുമ്പൻ ദൈവത്താന്റെ നേതൃത്വത്തില് അദ്ദേഹം ഇടയാറുമുള സ്വദേശിയാണ്. ഇവിടെ തൊട്ടടുത്ത സ്ഥലമാണ് ഇടയാറുമുള. ഒരു ഹരിജൻ വിഭാഗത്തിൽ, അന്ന് പുലയ വിഭാഗത്തിൽ ജനിച്ച കുറുമ്പൻ അല്ലെങ്കിൽ ദൈവത്താൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ് കുറുമ്പൻ. കുറുമ്പന്റെയും നാണിയുടെയും മകനായ ദൈവത്താൻ 6 മക്കളിൽ രണ്ടാമനായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായി കേരളത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി പരിശ്രമിച്ചയാൾ. വലിയ ചരിത്രമാണ്, അത് പഠിക്കണം നമ്മൾ. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന ചരിത്രം, അദ്ദേഹത്തെ പിന്നീട് ശ്രീമൂലം പ്രജാസഭയിലേക്കൊക്കെ നോമിനേറ്റ് ചെയ്തു. മഹാത്മാ അയ്യങ്കാളിയുടെ ശിഷ്യനായി പ്രവർത്തിച്ചയാളാണ് കുറുമ്പൻ ദൈവത്താൻ. നമ്മുടെ തൊട്ടടുത്ത പ്രദേശക്കാരനാണ്. ഞാൻ പറഞ്ഞത് 1924 അതായത് വൈക്കം സത്യാഗ്രഹം നടക്കുന്നതിന് മുൻപ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ ക്ഷേത്രപ്രവേശനം നടന്നിട്ടുണ്ട്. ചെങ്ങന്നൂർ 28ാം ഉത്സവത്തിന്റെ അന്ന് ഏകദേശം 5000-ഓളം വരുന്ന പിന്നാക്ക ജാതിക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് കുറുമ്പൻ ദൈവത്താൻ ക്ഷേത്രത്തിലേക്ക് കടന്നു വരികയാണ്. അന്ന് അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തുണ്ട് കല്ലൂർ നാരായണപിള്ള. ആ പേര് നാം മറക്കരുത്. കല്ലൂർ നാരായണപിള്ള അന്ന് ക്ഷേത്രത്തിന്റെ എല്ലാം ആ ക്ഷേത്രത്തിന്റെ നായകനായിരുന്നു. ആ നാടിന്റെ പ്രമാണിയാണ് കല്ലൂർ നാരായണപിള്ള. അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി ഈ 5000 പിന്നാക്ക വിഭാഗങ്ങളും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ കയറി ദർശനം നടത്തി. വൈക്കം സത്യാഗ്രഹം നടക്കുന്നതിന് മുൻപ് നോക്കൂ നിങ്ങൾ, ആരാണ് സഹായിയായി നിന്നത്? കല്ലൂർ നാരായണപിള്ള. അങ്ങനെ അവിടെ വലിയ കോലാഹലമുണ്ടായി. ക്ഷേത്രത്തിനകത്ത് കയറിയവരെ തിരികെ വിടില്ല എന്ന് പറഞ്ഞ് ക്ഷേത്ര ഗോപുരം അടച്ചിടുന്നു. പക്ഷേ കല്ലൂർ നാരായണപിള്ള ഇടപെട്ട് അവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും പിന്തിരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആജ്ഞാശക്തി അത്രമാത്രം ഉണ്ടായിരുന്നു. അതോടുകൂടി ആ സവർണ മേധാവികളെല്ലാം അടങ്ങി കുറുമ്പൻ ദൈവത്താനെയും അനുയായികളെയും പുറത്തേക്ക് വിട്ടു. അവരങ്ങനെ വിജയകരമായി ക്ഷേത്രപ്രവേശനം നടത്തി. ഞാൻ പറഞ്ഞത് വൈക്കം സത്യാഗ്രഹത്തിന് മുൻപ് നടന്ന മറ്റൊരു നവോത്ഥാനത്തെ പറ്റിയാണ്. ഇങ്ങനെ എത്ര നവോത്ഥാന നായകന്മാരുണ്ട് നമ്മുടെ ഇടയിൽ. സ്വാതി ഓമൽ എന്ന് പറയുന്ന അദ്ദേഹം കോഴഞ്ചേരിക്കടുത്തുള്ള ആറന്മുളക്കാരുണ്ട്. സ്വാതി ഓമൽ അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളിയെ സ്മരിക്കാതെ കേരളത്തിന്റെ നവോത്ഥാനം പൂർത്തിയാകില്ല. എങ്ങനെയാണ്? മഹാത്മാ അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമിയും നാരായണ ഗുരുദേവനും ഒക്കെ വന്ന ഒരു പരമ്പരയുണ്ട്. അയ്യ വൈകുണ്ഠരുടെ ശിഷ്യന്മാരായിരുന്നു നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും അടക്കമുള്ളവർ. സദാനന്ദ സ്വാമികളുടെ ശിഷ്യനായിരുന്നു മഹാത്മാ അയ്യങ്കാളി. ഇവരൊക്കെ നോക്കൂ, അടിയുറച്ചു നിന്നത് സനാതന ധർമ്മത്തിലായിരുന്നു. മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള ഹരിജന നേതാക്കന്മാരെ മതം മാറ്റാൻ ഇന്ന് കേട്ടാൽ മഞ്ഞളിക്കുന്ന തുക ഇന്നത്തെ 21ാം നൂറ്റാണ്ടിൽ നമുക്ക് കിട്ടിയാൽ തല മരവിച്ചു പോകുന്ന തുക ഓഫർ ചെയ്തിരുന്നു മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ളവർക്ക്. നിങ്ങൾ നോക്കണം, ആ വിഭാഗത്തിന്റെ ഏറ്റവും കൂടുതൽ താഴേക്കിടയിൽ കിടന്ന് അടി വാങ്ങിയിട്ടുള്ളവരുടെ ഈ സനാതന ധർമ്മത്തോടുള്ള അദമ്യമായ കടപ്പാട്, അവരുടെ അദമ്യമായ ആത്മാർത്ഥത, അതിനെ സവർണ വിഭാഗങ്ങൾ എന്നും നന്ദിയോടുകൂടി സ്മരിക്കണം. ഇന്ന് കേരളത്തില് ഈ സനാതന ധർമ്മം ഇതുപോലെ എങ്ങനെയെങ്കിലും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനമായത് കേരളത്തിലെ പറയനും പുലയനും ഈഴവനും അടക്കമുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സനാതന ധർമ്മത്തിലെ അടിയുറച്ച ഭക്തി കൊണ്ട് മാത്രമാണ്. സവർണന്മാരെന്ന് പറയുന്ന പലരും പലവിധ കുഴപ്പങ്ങളും കാണിച്ചപ്പോഴും ഈ ധർമ്മത്തെ മുറുകെ പിടിച്ച് ചവിട്ടി താക്കുമ്പോഴും ആട്ടും തുപ്പുമേക്കുമ്പോഴും സ്വന്തമായി ആത്മാഭിമാനത്തോടെ പൊതുനിരത്തിൽ ഇറങ്ങി നടക്കാൻ അവകാശമില്ലാത്തപ്പോഴും ഉഴികുത്തി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴും അവർ ഈ സനാതന ധർമ്മത്തെ കൈവിടാത്തത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ വല്ലഭന്റെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് നാം ആരും മറന്നു പോകരുത്. അപ്പൊ സനാതന ധർമ്മം എന്നുള്ളത് ആരുടെയും കുത്തകയൊന്നുമല്ല. ഈ നാട്ടിലെ എല്ലാ വിഭാഗങ്ങളും അവരുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു ഈ നാടിനെ, ഈ നാടിന്റെ പ്രമാണങ്ങളെ. അല്ലാതെ അവർക്കാർക്കും ഈ നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരായിട്ടല്ല. അന്നും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരുണ്ടായിരുന്നു, അല്ലെ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോ അതേ ഗുരുദേവന്റെ ശിഷ്യൻ പറഞ്ഞു ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞവരുമുണ്ട് ഇവിടെ.
കൂട്ടത്തോടെ മതം മാറാം. ആലപ്പുഴയിൽ സിഖ് മതത്തിൽ ചേർന്ന ഈഴവ സമുദായങ്ങൾ നിങ്ങൾക്കറിയുമോ? ഈഴവ സമുദായങ്ങൾ സിഖ് മതത്തിൽ ചേർന്നിട്ടുണ്ട്. കൊല്ലത്ത് മുസ്ലിങ്ങളായിട്ടുണ്ട്, എറണാകുളത്ത് ക്രിസ്ത്യാനികളായിട്ടുണ്ട്, നിരവധി ആൾക്കാർ പോയിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ ചേർത്ത് പിടിച്ച് ആ പോയ പലരെയും മടക്കി കൊണ്ടുവന്ന ഒരു സംഘടനയുടെ പേര് കൂടി സ്മരിക്കാതെ കേരളത്തിന്റെ നവോത്ഥാനം പൂർത്തിയാകില്ല. ആര്യ സമാജം. 1921 കേരളത്തില് മലബാർ കലാപം നടങ്ങി നാടും വീടും വിട്ട് ഓടിപ്പോകേണ്ടി വന്ന ഹൈന്ദവ ജനതയ്ക്ക് ആത്മവിശ്വാസവുമായി കൂടെ നിന്നത് ദയാനന്ദ മഹർഷി സ്ഥാപിച്ച ആര്യ സമാജമായിരുന്നു. ആര്യ സമാജത്തിന്റെ പ്രവർത്തകർ കേരളത്തിൽ വന്ന 1000-ഓളം ശാഖകൾ തുടങ്ങി. മതം മാറ്റുന്നവരെ എല്ലാവരെയും തിരികെ കൊണ്ടുവന്നു, ശുദ്ധീകരണം ചെയ്ത് തിരികെ എടുത്തു. എന്നൊക്കെ വലിയ വലിയ നമ്മൾ ഇന്ന് കേട്ടാൽ പറഞ്ഞാൽ ഒത്തിരി സമയം പോകുന്നതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. കടല് കടന്നാൽ ജാതി പ്രശ്നം കൽപ്പിക്കുന്ന കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ. പക്ഷെ അതിനൊന്നും ശാസ്ത്രീയമായ പിൻബലമില്ല എന്ന് ബോധ്യപ്പെടുത്തി സമാജത്തെ കൂടെ നിർത്തി. അതാണ് നവോത്ഥാനം. അല്ലാതെ നിലവിലുണ്ടായ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ തകർക്കലല്ല നവോത്ഥാനം. നമ്മുടെയൊക്കെ വിചാരം എന്താ? തകർക്കൽ നവോത്ഥാനം ഒരിക്കലുമല്ല. അത് അന്ധമായ വിപ്ലവ പ്രവർത്തനമാണ് ലോകത്തിൽ. അതുകൊണ്ടാണ് വിപ്ലവം പരാജയപ്പെട്ടതും നവോത്ഥാനം വിജയിച്ചത്. നവോത്ഥാനം എന്നുള്ളത് നിലവിലുള്ളതിനെ ശുദ്ധീകരിക്കലാണ്. അല്ലാതെ ഉള്ളതിനെ മുഴുവൻ തകർത്തെറിഞ്ഞ് സ്ഥാപിക്കുന്നതിനെ നവോത്ഥാനം എന്നല്ല വിളിപ്പേര്. നമ്മുടെ നവോത്ഥാന നായകന്മാർക്ക് അത് അറിയുന്നത് കൊണ്ടാണ് ഭാരതത്തിന്റെ അടിസ്ഥാനമായ സനാതന ധർമ്മത്തിനെതിരെ അവരാരും സംസാരിക്കാതിരുന്നത്. ഡോക്ടർ BR അംബേദ്കർ ഉണ്ട്. അംബേദ്കറുടെ ചരിത്രമൊക്കെ, അദ്ദേഹം മഹർ ജാതിയിലാണ് ജനിച്ചത്, അറിയാമല്ലേ? മഹർ മഹാരാഷ്ട്രയിലെ ഏറ്റവും ചവിട്ടി മെതിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു മഹർ. നോക്കൂ, മഹർ സമുദായത്തിൽ ജനിച്ച ഭീംറാവു അംബേദ്കർ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ 10 പേരുടെ പേരെടുത്താൽ ആദ്യ പേരുകാരൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. അത് ഇന്ത്യക്കാരനായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും പണ്ഡിതന്മാരിൽ ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഭകളുള്ളത് BR അംബേദ്കറുടേതാണ്. അറിയുമോ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഭകൾ അംബേദ്കർക്കാണുള്ളത്. എങ്ങനെയാണ് ഭീംറാവു അംബേദ്കറായി മാറിയത്? അംബേദ്കർ എന്നുള്ളത് സവർണ പേരാണ്. മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണർ, നമ്മളീ മുമ്പ് പറഞ്ഞ സവർണ മേധാവിത്വത്തിന്റെ പ്രതീകമായ ബ്രാഹ്മണ പേരാണ് അംബേദ്കർ. ഭീംറാവു എങ്ങനെയാണ് അംബേദ്കർ എന്ന് പേര് കിട്ടിയത്? അത് അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകൻ കൊടുത്ത പേരാണ്. ആ കുട്ടിയുടെ ബുദ്ധിശക്തി കണ്ടിട്ട് നിന്റെ സമുദായം നിനക്ക് എതിരാകരുത്, അതുകൊണ്ട് നീ പഠിച്ചു വലിയവനാകണമെന്ന് നീ എന്റെ കുടുംബപ്പേര് ഉപയോഗിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ അധ്യാപകൻ കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയതാണ് അംബേദ്കർ എന്ന പേര്. അപ്പൊ നോക്കൂ, എല്ലാ സവർണ വിഭാഗങ്ങളും അവർണന്മാരെ ചവിട്ടി മെതിക്കുന്നവരായിരുന്നില്ല. ഇതാ ഞാൻ പറഞ്ഞു, ഇതൊക്കെ വൈയക്തികമായിരുന്നു. ഇത് ശാസ്ത്രീയമായ പിൻബലമുള്ളവരായി ഉള്ളതാണ് ഈ സവർണ അവർണ വിവേചനമെങ്കിൽ എല്ലാവരും ഒരുപോലെ പെരുമാറിയേനെ, അല്ലെ? ശാസ്ത്രത്തിന്റെ പിൻബലം നോക്കി എല്ലാവരും ഒരുപോലെ പെരുമാറിയേനെ. എന്തുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ പെരുമാറാതിരുന്നത്? അതിന് ശാസ്ത്ര പിൻബലം ഇല്ലാത്തത് കൊണ്ടാണ്. മതം മാറാൻ പലരും മുൻപോട്ടേക്ക് വന്നു. അംബേദ്കർ അടുത്ത് വന്നു. അംബേദ്കറോട് പറഞ്ഞു എവിടെയെല്ലാം പോകാമായിരുന്നു. അദ്ദേഹം സഹിക്കവയ്യാതെ ബുദ്ധമതത്തിലേക്കാണ് ചേക്കേറിയത്. സനാതന ധർമ്മത്തിന്റെ മറ്റൊരു ശാഖ മാത്രമാണ് ബൗദ്ധധർമ്മം. അവിടേക്കാണ് അദ്ദേഹം ചേക്കേറിയത്. വെളിയിൽ പോകാൻ തയ്യാറായില്ല. ഇത് തന്നെയാണ് കുമാരനാശാനും പൽപ്പുവും അയ്യൻകാളിയും പണ്ഡിറ്റ് കറുപ്പനും നാരായണ ഗുരുദേവൻ അടക്കമുള്ളവരും ചെയ്തത്. ഇവരെയൊക്കെ മതം മാറ്റാൻ, മതപരിവർത്തന രസവാദം എഴുതിയതിന്, ദുരവസ്ഥ എഴുതിയതിന്, അന്നത്തെ മുസ്ലിം മതമൗലികവാദികളുടെ ഭീഷണി നേരിട്ട ആളായിരുന്നു കുമാരനാശാൻ. അധികമൊന്നുമല്ല, നമ്മുടെ സ്വന്തം ജില്ലയായ ആലപ്പുഴ ജില്ലയിലെ ജമാഅത്ത് കമ്മിറ്റിയാണ് ദുരവസ്ഥ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുമാരനാശാന് ഭീഷണി കത്തെഴുതിയത്. അദ്ദേഹം പറഞ്ഞത് ഒരു വരി ഇതിൽ നിന്ന് പിൻവലിക്കാൻ ഞാൻ തയ്യാറില്ല. പിന്നീടാണ് അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തതും റെഡീമർ വോട്ടപകടത്തിൽ അദ്ദേഹം മരിച്ചതിന്റെ ദുരൂഹതകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. റെഡീമർ വോട്ടപകടത്തിൽ എങ്ങനെയാണ് കുമാരനാശാൻ മരിച്ചത്? ഇന്നും അതിന്റെ FIR നശിപ്പിക്കപ്പെട്ട നിലയിലാണ്. കൊല്ലം പോലീസ് രജിസ്റ്റർ ചെയ്ത FIR അന്ന് മഹാരാജാവ് ഭരിക്കുമ്പോഴാണ്. അതിന് തൊട്ട് മുൻപുള്ളതുകൊണ്ട് അതിന് ശേഷമുള്ളതുകൊണ്ട് ഈ ഒരു ഇൻസിഡന്റ് FIR കാണാനില്ല. അന്ന് സർക്കാർ അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. ഇന്നും ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പോയിക്കോട്ടെ, ദുരൂഹതകൾ കാലം നീക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം സനാതന ധർമ്മികളായ മഹാത്മാക്കളുടെ
ഔദാര്യം അല്ലെങ്കിൽ അവരുടെ പ്രയത്നമാണ് നമ്മുടെ ഒക്കെയും ആത്മാഭിമാനം. അവരാരും ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറാകാതെ ഇതിനെയൊക്കെ ചേർത്ത് പിടിച്ചവരാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നും നമ്മുടെ ഇടയിൽ ജാതി കോമരങ്ങളുണ്ട്. കരുതിയിരിക്കണം. സനാതന ധർമ്മ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. നമ്മുടെ ഇടയിൽ ഇന്നും ജാതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിന്താഗതികൾ വളരെ വളരെ വലുതാണ്. അവര് പല രാഷ്ട്രീയമായ കാരണങ്ങൾ പറയുമെങ്കിലും ഞാനൊരു ചോദ്യം ചോദിക്കാം. തിരുവല്ലയിലെ യോഗക്ഷേമ സഭ ഒരു യോഗം സംഘടിപ്പിച്ചാൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വരില്ലേ? വരുമോ? മുഖ്യമന്ത്രിയെ വിളിച്ചാൽ വരും അല്ലെ? ആരുമായിക്കോട്ടെ മുഖ്യമന്ത്രി. ഞാൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ABC ആരുമാകട്ടെ. NSS ഒരു സമ്മേളനം സംഘടിപ്പിച്ചാൽ മുഖ്യമന്ത്രി വരില്ല ഉദ്ഘാടനം ചെയ്യാൻ? വരും. SNDP സംഘടിപ്പിച്ചാൽ വരും. KPMS സംഘടിപ്പിച്ചാൽ വരും. ഇവര് 4 പേരും കൂടെ ചേർന്ന് ഹിന്ദു സമ്മേളനം നടത്തിയാൽ ആ ചോദ്യത്തിന് ഉത്തരം നാം ഓരോരുത്തരും അഡ്രസ് ചെയ്യുമ്പോൾ എവിടെയാണ് രാഷ്ട്രീയം എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയും. എന്താണ് രാഷ്ട്രീയം? ഇന്നും സനാതന ധർമ്മ വിശ്വാസികളെ ജാതി പറഞ്ഞു തന്നെയാണ് ഇന്നും വിഭജിപ്പിക്കുന്നത്. നാം ആരും ജാതി ഭക്ഷിച്ച് ജീവിക്കുന്നവരല്ല. പക്ഷെ ഇന്നും ഇവിടെ ജാതിക്കാണ് പ്രാധാന്യം. ആരാണ് എന്തിനാണ് ജാതി പറയുന്നത്? എന്നോ കഴിഞ്ഞുപോയ 18ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദങ്ങളിൽ അല്ലെങ്കിൽ 1936 ക്ഷേത്ര പ്രവേശനത്തോടെ കഴിഞ്ഞുപോയ ജാതീയമായ അന്തഛിദ്രങ്ങളെ, പണ്ട് ചെയ്ത കുഴപ്പങ്ങളെ ഇന്നും കുത്തിപ്പൊക്കി നമ്മളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? അത് തിരിച്ചറിയാനുള്ള മമ്മൂട്ടി പറഞ്ഞതുപോലെ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഇത് നാം തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ഇവർ ജാതി പറയുന്നത്? എവിടെയാണ് ജാതി? നിങ്ങളെ ഇന്നും ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സനാതന ധർമ്മം എന്ന നിലയിൽ നാം ആരും സംഘടിക്കരുത് എന്ന ചിന്ത കൊണ്ട് മാത്രമാണ്. ഗുരുദേവൻ പറഞ്ഞതുപോലെ നാം സംഘടിക്കുന്നത് ആരെയും തോൽപ്പിക്കാനൊന്നുമല്ല, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞ ഗുരുദേവന്റെ ദർശനങ്ങളാണ് നാം പിന്തുടരുന്നത്. സംഘടിച്ചു ശക്തരാകാനാണ് ഗുരുദേവൻ ആവശ്യപ്പെട്ടത്. അപ്പൊ ഈ സംഘടിതമായ ശക്തി നമുക്ക് അത്യാവശ്യമാണ്. അതിന് കേരളത്തിന്റെ ചരിത്രം എല്ലാ തലമുറയും പഠിക്കണം. എങ്ങനെയാണ് നവോത്ഥാനം ഉണ്ടായത്? അല്ലാതെ ഇന്ന് പറയുന്നത് പോലെ നമ്പർ 1 കേരളം എന്ന് പറയുന്നത് എവിടെ നിന്നോ നൂലിൽ കെട്ടി ഇറങ്ങി വന്ന ആരുടെയോ ഔദാര്യമാണെന്ന് ദയവ് ചെയ്ത് ധരിക്കരുത്. ഇന്ന് നമ്പർ 1 കേരളം അവകാശപ്പെടുന്നവരുടെ പൂർവ്വപിതാമഹന്മാർ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നാരായണ ഗുരുദേവനും അയ്യങ്കാളിയും അയ്യാ വൈകുണ്ഠരും പണ്ഡിറ്റ് കറുപ്പനും അന്നത്ത് പത്മനാഭനും ചട്ടമ്പി സ്വാമികളും അടക്കമുള്ളവർ, സ്വാമി ശ്രദ്ധാനന്ദനെ പോലെയുള്ളവർ, ആഗമാനന്ദനെ പോലെയുള്ളവർ, ശുഭാനന്ദ ഗുരുദേവനെ പോലെയുള്ളവർ, പറയാതെ പോകരുത് ആ പേര്. തൊട്ടപ്പുറത്താണ് ചെന്നിത്തലയിൽ ശുഭാനന്ദ ഗുരുദേവന്റെ ആത്മബോധോദയ സംഘം. നിങ്ങൾ അദ്ദേഹം പറയ സമുദായത്തിൽ, സന്യാസത്തെ ജാതി പറയാൻ പാടില്ലെന്നാണ് പൂർവാശ്രമം. പക്ഷെ പറയ സമുദായത്തിൽ ജനിച്ചുള്ള ആളാണ് ശുഭാനന്ദ ഗുരുദേവനായി ഉയർന്നു വന്നത്. രാജാ രവിവർമ്മയാണ് അദ്ദേഹം സ്ഥാപിച്ച ആത്മബോധോദയ സംഘത്തിന്റെ രക്ഷാധികാരിയായി ചുമതലയേറ്റത്. എവിടെയാണ് ജാതി? രാജാ രവിവർമ്മ മാവേലിക്കര കൊട്ടാരത്തിലെയാണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ആ രാജാ രവിവർമ്മയ്ക്ക് എങ്ങനെയാണ് ആത്മബോധോദയ സംഘത്തിന്റെ രക്ഷകർത്തൃ സ്ഥാനം ഏറ്റെടുക്കാനുള്ള വിശാലത ഉണ്ടായത്? ആ വിശാലതയാണ് ഇന്നത്തെ ഹിന്ദു സമൂഹത്തിന്റെ പോരായ്മയായി നിൽക്കുന്നത്. ജാതിക്ക് അതീതമായി ചിന്തിക്കണം. ഇന്ന് NSSും SNDPയും KPMSും ആകരുത് നിങ്ങൾ. അതൊക്കെ നിന്നുകൊള്ളട്ടെ. ജാതിക്ക് ജാതിയുടേതായ സ്ഥാനമോ അസ്ഥാനമോ എന്തും ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷേ ഈ നാടിനെതിരെ വരുന്ന പോരായ്മകളെ, ഈ നാടിനെതിരെ ഉണ്ടാകുന്ന നീക്കങ്ങളെ, നമ്മളെ പല തട്ടുകളിൽ വിഭജിക്കാനുള്ള ശ്രമങ്ങളെ കരുതിയിരിക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും നമുക്ക് വേണം. കാരണം ഇവരുടെ ലക്ഷ്യം വേറെയാണ്. ഈ സമാജത്തെ വിശ്വാസത്തിന്റെ പേരിൽ ശാസ്ത്രത്തിന്റെ കള്ളക്കഥ പറഞ്ഞ് ഒരു ശാസ്ത്രീയ പിൻബലവും ഇല്ലാത്ത വർണ്ണത്തെ ജാതിയാക്കി മാറ്റിക്കൊണ്ട് ഒരു തൊട്ടുകൂടായ്മയും എങ്ങും പറഞ്ഞിട്ടില്ലാത്ത ഈ സനാതന ധർമ്മം തൊട്ടുകൂടായ്മയുടെ മതമാണ്, തീണ്ടിക്കൂടായ്മയുടെ മതമാണ്, അസ്പൃശ്യതയുടെ മതമാണ് എന്ന് പറഞ്ഞ് നമ്മെ ഇന്നും വിഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ കുബുദ്ധി മാത്രമാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ശക്തി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ശ്രീ വല്ലഭൻ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ വല്ലഭന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.